Hi all. ഇപ്പോൾ നമ്മുടെ JEE 2025 April 3rd ഈവനിങ് ഷിഫ്റ്റ് അതിൻ്റെ പേപ്പർ ഡിസ്കഷനാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Question number 1. A Manti dipole experiences a torque of 80√3 Newton meter when placed in a uniform Manti field in such a way that dipole moment makes an angle 60 degree with the Manti field. The potential energy of the dipole. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ ഓക്കെ ഇതിൻ്റെ ടോർക്കിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി ആണ്. എം ക്രോസ് ബി that is equal to അത് എം ബി സൈൻ തീറ്റ വരും. എം ബി സൈൻ തീറ്റ that is equal to അതിൻ്റെ വാല്യൂ 80√3 ആണ്. 80√3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ ആംഗിൾ മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി ആണ്. ഇപ്പോൾ എം ബി സൈൻ 60 80√3 വരും. അപ്പോൾ എം ബി √3/2 ഈസ് ഈക്വൽ ടു 80√3 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എം ബി ഈസ് ഈക്വൽ ടു 160 വരും. അപ്പോൾ എം ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 160 വരും. ഓക്കെ, 160 വരും. ഇനി നമുക്ക് വേണ്ട വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എം ബി കോസ് തീറ്റ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു സോ നെഗറ്റീവ് എം ബി കോസ് 60 വരും. സോ നെഗറ്റീവ് എം ബി ഇൻറ്റു 1/2 വരും. അപ്പോൾ നെഗറ്റീവ് 160/2 നെഗറ്റീവ് 80 ജൂൾ വരും. അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു നെഗറ്റീവ് 80 ജൂൾ. അപ്പോൾ ഈ ഓറിയൻറ്റേഷനിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് 80 ജൂൾ വരും. ഓക്കെ, ടോർക്ക് 80√3 ന്യൂട്ടൺ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി നെഗറ്റീവ് 80 ജൂൾ. ഓപ്ഷൻ 4. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ഫസ്റ്റ് 26. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27. In the resonance experiment, two air columns of 100 cm and 120 cm long gives 15 beats per second when each one is sounding in the respective fundamental node ആണ്. ഇപ്പോൾ രണ്ടും അതിൻ്റെ ഫണ്ടമെൻ്റൽ നോഡിലാണ് വെലോസിറ്റി സൗണ്ട് ഇൻ ദ എയർ കോളം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇത് റെസൊണൻസ് എക്സ്പെരിമെൻ്റ് ആണ്. 2 എയർ കോളംസ്. അപ്പോൾ ക്ലോസ്ഡ് അറ്റ് 1 end ആണ്. അപ്പോൾ ക്ലോസ്ഡ് അറ്റ് 1 end എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ക്ലോസ്ഡ് അറ്റ് 1 end എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഫോർമേഷൻ. അപ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി F1 ഈസ് ഈക്വൽ ടു V/4L ആണ്. V/4L1 വരും. അപ്പോൾ നമുക്ക് ഇവിടെ 2 എയർ കോളംസ് ഉണ്ട്. അപ്പോൾ ഒന്നിൻ്റെ L1 ഈസ് ഈക്വൽ ടു L1 100 cm ആണ്. അപ്പോൾ അത് 1 മീറ്റർ എന്ന് വരും. L2 ഈസ് ഈക്വൽ ടു 120 cm. അപ്പോൾ അത് 1.2 മീറ്റർ വരും. അപ്പോൾ ഇവർക്കിടയ്ക്കുള്ള ബീറ്റ്സ് പറയുമ്പോൾ FBT ഈസ് ഈക്വൽ ടു അത് F1 - F2 ഈസ് ഈക്വൽ ടു 15 വരും. അപ്പോൾ വാല്യൂ ഡയറക്റ്റ് ആണ്. നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആകുമ്പോൾ V/4L. സോ V/4L1 മൈനസ് V/4L2 that is equal to so V/4L. So V into 1/4 into 1 minus 1/4 into 1.2 is equal to 15 വരും. This is equal to 15. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ കാരണം V പുറത്തെടുക്കുക. ഇപ്പോൾ L1 L1 1 ആണ്, L2 1.2 ആണ്. അപ്പോൾ V പുറത്തെടുക്കുമ്പോൾ സോ ഇവിടെ 4 into 4.8 minus 4 into 15 വരും. ഇവിടുത്തെ നോക്കുക സ്പീഡ്. ഈ V എന്ന് പറയുമ്പോൾ സ്പീഡ് ഓഫ് സൗണ്ട് ആണ്. V is the speed of sound ആണ്. V is the speed of sound വരും. And V is equal to so 4 into 4.8 into 15 by so 0.8 വരും. അപ്പോൾ V is equal to 4 into 48 by 8 into 15 വരും. അപ്പോൾ 48/8 എന്ന് പറയുമ്പോൾ 6. അതിൻ്റെ ആൻസർ 6 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 into 6 into 15. അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 4 into 90 വരും. 4 into 90 360 meter per second. അപ്പോൾ അതിൻ്റെ ആൻസർ 360 meter per second വരും. 360 meter per second. ക്വസ്റ്റ്യൻ നമ്പർ 27. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 27 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 വരും. ഇപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി 2 കോൺസെപ്റ്റ് ആണ്. ബീറ്റ് ഫ്രീക്വൻസി F1 - F2 ആണ്. ഇവിടെ നോക്കുക, അപ്പോൾ ഫണ്ടമെൻ്റൽ മോഡിലായതുകൊണ്ട് സോ V/4L1 ക്ലോസ് 1 and ക്ലോസ് പൈപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. 2 cylindrical vessels of equal cross-sectional area 2 meter square contain water up to a height of 10 meter and 6 meter respectively. If the vessels are connected by their bottom, then the work done by the force of gravity is. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 2 ഈക്വൽ സിലിണ്ടറിക്കൽ വെസൽസ് ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ 2 meter square
അപ്പോൾ പറഞ്ഞിരിക്കുന്നത് 2. ഓക്കെ, ഇങ്ങനെ 2 വെസൽ. ഇവിടെ 10 മീറ്റർ ഉണ്ട്, ഇവിടെ 10 മീറ്റർ. ഓക്കെ, ഇവിടെ 10 മീറ്റർ, ഇവിടെ 6 മീറ്ററാണ്. അപ്പോൾ ഇവരുടെ ഏരിയ ക്രോസ് സെക്ഷൻ. ഓക്കെ, ഇവരുടെ ഏരിയ ക്രോസ് സെക്ഷൻ, ഇവിടുത്തെ ഏരിയ ക്രോസ് സെക്ഷൻ എ, ഇവിടുത്തെ ഏരിയ ക്രോസ് സെക്ഷൻ എ ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ ഏരിയ ക്രോസ് സെക്ഷൻ എ ഈസ് ഈക്വൽ ടു എയുടെ വാല്യൂ 2 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നോക്കുക, ഇപ്പോൾ തുടക്കത്തിൽ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇവിടെ സോറി അപ്പോൾ ഇവർ നോക്കുക, ഇതിങ്ങനെയല്ല, ഞാൻ ചെയ്ത് മാറിപ്പോയി. അപ്പോൾ 2 എണ്ണം ഇങ്ങനെ, 2 എണ്ണം. ഓക്കെ, അപ്പോൾ 2 എണ്ണം. ഓക്കെ, 2 എണ്ണം. ഞാൻ വരച്ചപ്പോൾ മാറിപ്പോയി. അപ്പോൾ 2 എണ്ണം, അത് 2 എണ്ണം ഇങ്ങനെയുണ്ട്. ഈ 2 എണ്ണം വെസലിൽ ഇങ്ങനെ ഒന്നിൽ 10 മറ്റേൽ 6 ആണ്. അപ്പോൾ ഒന്നിൽ 10 മറ്റേൽ 6 ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വോളിയം V1 ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ വോളിയം V1 ഈസ് ഈക്വൽ ടു, രണ്ടിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ സെയിം, ഏരിയ ഈസ് ഈക്വൽ ടു 2 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടുത്തെ വോളിയം V1 ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ലെങ്ത് എഴുതുമ്പോൾ ഏരിയ ഇൻറ്റു 10. അപ്പോൾ 2 × 10 വരും, 20 മീറ്റർ ക്യൂബ് വരും. 20 മീറ്റർ ക്യൂബ്. ഇവിടുത്തെ വോളിയം എടുക്കുക, വോളിയം V2 ഈസ് ഈക്വൽ ടു 2 × 6 12 മീറ്റർ ക്യൂബ് വരും. ഇനി ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തു, ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തപ്പോൾ രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ പിന്നെ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ രണ്ടിനും ഒരേ ഹൈറ്റ് വരും. കാരണം നമ്മൾ ഇതിൻ്റെ വോളിയം എടുക്കുന്നില്ല, അപ്പോൾ രണ്ടിനും ഒരേ ഹൈറ്റ് വരും. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തു, ഒരു ഇതേ കണക്റ്റഡ്. ഓക്കെ, സോ ഇവിടെ നോക്കുക, ദിസ് ഓൾസോ കണക്റ്റഡ് ബൈ ദ ബോട്ടം വെൻ ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ രണ്ടിനും ഒരേ ഹൈറ്റിലോട്ട് വാട്ടർ വരും. ഈ ഹൈറ്റ് ഞാൻ H എന്ന് എടുക്കുക, ഈ ഹൈറ്റ് H. ഇവിടുത്തെ വോളിയം ഫൈനൽ ഈസ് ഈക്വൽ ടു, അത് വോളിയം ഇനിഷ്യൽ തന്നെയാണ്. ഇനിഷ്യൽ എത്ര വോളിയമാണോ അത് തന്നെയാണ് ഫൈനൽ വോളിയം. അപ്പോൾ വോളിയം ഇനിഷ്യൽ എന്ന് പറയുമ്പോൾ അത് V1 + V2 എടുക്കുമ്പോൾ V1 + V2, അപ്പോൾ 20 + 12 അത് 32 മീറ്റർ ക്യൂബ് വരും. അപ്പോൾ വോളിയം ഫൈനൽ എടുക്കും, ഇവിടുത്തെ വോളിയം ഫൈനൽ. സോ വോളിയം ഫൈനൽ ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു H. ഇപ്പോൾ ഇവിടുത്തെ വോളിയം എടുക്കുമ്പോൾ ഇവിടുത്തെ ഏരിയ ഇൻറ്റു H വരും, ഏരിയ ഇൻറ്റു H. ഇവിടെ അതേ സെയിം ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു H വരും, ഏരിയ ഇൻറ്റു H വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × ഏരിയ ഇൻറ്റു H, ദാറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഇനിഷ്യൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു 32 വരും. ഇപ്പോൾ 2 × ഏരിയ ഈസ് ഈക്വൽ ടു 2 × ഹൈറ്റ് ഈസ് ഈക്വൽ ടു 32 വരും. അപ്പോൾ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 32/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 മീറ്റർ വരും. അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 8 മീറ്റർ വരും. ഇവിടുത്തെ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 8 മീറ്റർ. ഇവിടുത്തെ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 8 മീറ്റർ. ഇവിടുത്തെ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 8 മീറ്റർ. ഓക്കെ, ഇവിടുത്തെ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 8 മീറ്റർ. ആൻഡ് ഇവിടെ നോക്കുക, ഇവിടുത്തെ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 8 മീറ്റർ. അപ്പോൾ നോക്കുക, ഇപ്പോൾ ആദ്യം നോക്കുക, ഇപ്പോൾ ഇവിടെ ആദ്യം സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ നോക്കുക, അപ്പോൾ ആദ്യം ഈ രണ്ട് വെസൽ ഇവിടെ ഒന്നിൽ 10 മീറ്റർ ഹൈറ്റ്, 10 മീറ്റർ ഹൈറ്റിൽ വാട്ടർ ഉണ്ടായിരുന്നു, ഏരിയ 2 മീറ്റർ സ്ക്വയർ. മറ്റേൻ്റെ അകത്ത് ഏരിയ 2 മീറ്റർ സ്ക്വയർ, മറ്റേൻ്റെ അകത്ത് 6 മീറ്റർ ഹൈറ്റിൽ വാട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ നോക്കുക, രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ രണ്ടിൽ വരുന്നത്, രണ്ടിലും 8 മീറ്റർ ഹൈറ്റിലേ വാട്ടർ വരുന്നത്. രണ്ടിലും കൂടെ 8 മീറ്റർ ഹൈറ്റിലാണ് വാട്ടർ വരുന്നത്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജിയാണ്. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എടുക്കുമ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു that is equal to loss of potential energy ആണ്, that is equal to the loss of, കാരണം work done by gravity is equal to ഇവിടുത്തെ loss of potential energy വരും, loss of potential energy വരും. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. കാരണം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കുറേ ചെയ്യുന്നത്, കാരണം ഈ രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ രണ്ട് വാട്ടറും കൂടെ ഒരേ ലെവലിലോട്ട് വരും. സോ രണ്ടിനും ഒരേ ലെവലിൽ വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആണ്. അപ്പോൾ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാം. അപ്പോൾ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നോക്കുക. അപ്പോൾ ഇതിൽ 10 മീറ്റർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ വോളിയം ഇൻറ്റു റോ ഇൻറ്റു ജി ഇൻറ്റു ഹൈറ്റ് എടുക്കുമ്പോൾ h/2 വരും, കാരണം ഇതിൻ്റെ സെൻട്രൽ മാസ് എടുക്കുമ്പോൾ h/2 വരും, h/2. ഇവിടെ നോക്കുമ്പോൾ 2 × 10 × 10⁻³ × 10 ഹൈറ്റ് എടുക്കുമ്പോൾ 10/2 വരും. ഇവിടെ 2 × കട്ടായി പോകും, ഇവിടെ 2 × കട്ടായി പോകുമ്പോൾ 10⁻6 ജൂൾ വരും. ഇനി മറ്റേത് എടുക്കുമ്പോൾ മറ്റേ 6 മീറ്റർ ഹൈറ്റുള്ള
വേറെ 6 മീറ്റർ ഹൈറ്റ് ഉള്ള എടുക്കുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എടുക്കുമ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി സോ വി ഇൻറ്റു റോ ഇൻറ്റു ജി ഇൻറ്റു ഹൈറ്റ് h/2 വരും. കാരണം ഇതിൻ്റെ എൻ്റർ മാസ് ലൊക്കേറ്റഡ് അറ്റ് ദ സെൻട്രൽ മാസ് ആയിട്ട് നമ്മൾ എടുക്കും. അപ്പോൾ ഇത് 3 മീറ്റർ വരും h/2. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ സോ വോളിയം എടുക്കുക 2 ഇൻറ്റു ഹൈറ്റ് 2 ഇൻറ്റു ഹൈറ്റ് 6 വരും. 2 ഇൻറ്റു ഹൈറ്റ് 6 ഇൻറ്റു 10⁻³ ഇൻറ്റു ജിയുടെ വാല്യൂ 10 ഇൻറ്റു 6/2 വരും. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ഈ 2 കട്ടായി പോകും. ഈ 2 കട്ടായി പോകും. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എടുക്കുമ്പോൾ 36 ഓക്കെ 36 ഇൻറ്റു 10⁻4 വരും. അല്ലെങ്കിൽ 0.36 ഇൻറ്റു 10⁻6 വരും. 10⁻6 ജൂൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇത് നോക്കുക രണ്ടും കൂടെ. ഇനി ഫൈനലി വരുമ്പോൾ രണ്ടിടത്തിനും 8 മീറ്റർ ഹൈറ്റിലാണ് വാട്ടർ ലെവൽ വരുന്നത്. രണ്ടിടത്തിന് 8 മീറ്റർ ഹൈറ്റിലാണ് വാട്ടർ ലെവൽ വരുന്നത്. ഇപ്പോൾ 8 മീറ്റർ ഹൈറ്റിലാണ് വാട്ടർ ലെവൽ വരുന്നത്. അപ്പോൾ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി സീക്വൽ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എടുക്കുമ്പോൾ 8 മീറ്റർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഇത് വരുന്നത് 4 മീറ്ററിലായിരിക്കും. അപ്പോൾ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി സീക്വൽ എം ഇൻറ്റു ജി ഇൻറ്റു റോ ഇൻറ്റു ജി ഇൻറ്റു സോ റോ ഇൻറ്റു വി ഇൻറ്റു ജി ഇൻറ്റു h/2 വരും. സോ 10⁻³ ഇൻറ്റു 2 ഇൻറ്റു 8 ഇൻറ്റു 10 ഇൻറ്റു ഓക്കെ 10⁻³ ഇൻറ്റു 2 ഇൻറ്റു 8 ഇൻറ്റു 10 ഇൻറ്റു സോ ഹൈറ്റ് എടുക്കുമ്പോൾ h/2 അത് 8/2 വരും. അപ്പോൾ ഇതേ ടൈംസ് ഓക്കെ ഇൻറ്റു 2 വരും. ഇൻറ്റു 2 വരും നമുക്ക്. ഇവിടെ നോക്കി, ഇവിടെ ഈ 2 കട്ടായി പോകും. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ 64 ഇൻറ്റു 10⁻³ 10⁻4 ഇൻറ്റു 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 128 ഇൻറ്റു 10⁻4 ആണ്. ഇത്രയും ജൂൾ വരും. അപ്പോൾ നോക്കുക, ഇവിടുത്തെ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി സോ U2 സോ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു സോ 1.28 ഇൻറ്റു 10⁻6 ജൂൾ വരും. ആൻഡ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഇനീഷ്യൽ വരുമ്പോൾ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു അത് 1 + 0.36 ഇൻറ്റു 10⁻6 വരും. ഇവിടുത്തെ നോക്കുക ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു അപ്പോൾ 1.36 മൈനസ് 1.28 ഇൻറ്റു 10⁻6 വരും. ഇപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ ഇത് 0.08 ഇൻറ്റു 10⁻6 8 ഇൻറ്റു 10⁻4 ജൂൾ വരും. അപ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 10⁻4 ജൂൾ. അപ്പോൾ 8 ഇൻറ്റു 10⁻4 ജൂൾ വരും. ഓപ്ഷൻ 4 ആണ് ക്വസ്റ്റ്യൻ നമ്പർ 28. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. കാരണം ഇവിടെ വേറെ ഫോഴ്സ് ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഡിസിപ്പേറ്റ് ചെയ്യുന്ന ഫോഴ്സ് ഒന്നുമില്ല. ഇവിടെ ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക, ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ദെയർ ഇസ് എ ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി, അതാണ് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി. അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ. കാരണം ഇവിടെ കൺസർവേറ്റീവ് ഫോഴ്സ് റിലേഷൻ അറിയാലോ, നമുക്കറിയാം F = -du/dx ആണ്. അപ്പോൾ F × dx = -du ആണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി സോ F × dx FC × dx എടുക്കുമ്പോൾ FC × dx അത് -du ആണ്. ഇവിടെ നോക്കിയാൽ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഇൻറ്റു FG ഇൻറ്റു dx. അത് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു സോ -Δu ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് U final minus U initial. So that is equal to so U initial minus U final that is equal to loss of potential energy. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ഹിയർ ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 8 ഇൻറ്റു 10⁻4 ജൂൾ വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. So one of the two slits in double slit interference experiment is half of the other slit. The ratio of the maximum to minimum intensity in the interference pattern is. അപ്പോൾ ഒരു സ്ലിറ്റിൻ്റെ വിഡ്ത്ത്, അപ്പോൾ നമുക്ക് എടുക്കാം വിഡ്ത്ത്. ഓക്കെ, ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു വിഡ്ത്ത് എന്ന് എടുക്കാം. കാരണം വിഡ്ത്ത് ഡബിൾ ആക്കുമ്പോൾ ഡബിൾ ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് വരും. ആ ഒരു കോൺസെപ്റ്റാണ്. അങ്ങനെ നമ്മൾ ഒരു ആംഗിളിൽ നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ, അതായത് വിഡ്ത്ത് ഡബിൾ ആക്കുമ്പോൾ ഡബിൾ ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് വരും. അപ്പോൾ എനിവേ സോ നോർമലി ഇൻറ്റൻസിറ്റി ബിക്കം ഡബിൾ ആയിരിക്കും. അപ്പോൾ നോക്കുക, ഇപ്പോൾ ഇവിടെ വിഡ്ത്തിൻ്റെ റേഷ്യോ സോ W1:W2 W1:W2 1:2 എന്ന് പറയുമ്പോൾ ഇപ്പോൾ W2W വരും. അപ്പോൾ നോക്കുക, അപ്പോൾ I1:I2 സോ I1:I2 എന്ന് പറയുമ്പോൾ അതും ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു വിഡ്ത്ത് ആണ്. സോ I പ്രൊപ്പോർഷണൽ ടു വിഡ്ത്ത്. അപ്പോൾ I1:I2 എന്ന് പറയുമ്പോൾ സോ 1:2 സോ
സോ 1:2 വരും. ഓക്കെ, അപ്പോൾ അതായത് I:2I വരും. അപ്പോൾ നമുക്ക് അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ്, അപ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മളിനി ആംപ്ലിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ സോ I1/I2 is equal to so A1 square by A2 square that is equal to 1/2 എന്ന് വരും. അപ്പോൾ A1 is 2, so A1/A2 is equal to 1 by square root of 2 വരും, that is A/√2A വരും. അപ്പോൾ A1 is to A2, so A1 is to A2 എന്ന് പറയുമ്പോൾ A1 is to A2 that is equal to 1:√2 ആണ്. അതായത് A is to √2A വരും. A is to √2A വരും. അപ്പോൾ Imax to Iminima എന്ന് പറയുമ്പോൾ Imax to Iminima so A plus √2A all square അതായത് A max. ഓക്കെ, സോ A1 plus A2 all square minus so A1 plus A2 all square divided by A1 minus A2 all square വരും. അപ്പോൾ A plus √2A all square minus A minus √2A all square. So A square into 1 plus √2 all square by A square into 1 minus √2 all square വരും. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ സോ 1 plus √2 all square എന്ന് പറയുമ്പോൾ സോ 1 plus 2 plus 2 √2 വരും and 1 plus 2 minus 2 √2 വരും. ഇതെടുക്കുമ്പോൾ സോ 3 plus 2 √2 minus 3 minus 2 √2 വരും. Imax to Iminima, so Imax to Iminimയുടെ റേഷ്യോ സോ Imax to Iminima, so Imax to Iminimയുടെ റേഷ്യോ എടുക്കുമ്പോൾ 3 plus 2 √2 is to 3 minus 2 √2 വരും. So 3 plus √2 is equal to so 3 plus √2 is to 3 minus 2 √2 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 29 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും അല്ലേ, ഓപ്ഷൻ 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. An ideal gas exists in a state with a pressure P0 and volume V0. Then it is isothermally expands to 4 times of its initial volume V0. Then isobarically compressed to its original volume. Finally, the system is heated isochorically to bring it to its initial state. The amount of heat exchange in the process. Okay, the amount of heat exchange in this process. Okay, എനിക്ക് തോന്നുന്നത് ഇത് ടോട്ടൽ പ്രോസസ്സാണ്, ടോട്ടൽ പ്രോസസ്സിലെ ഹീറ്റാണ്. നമുക്ക് എൻ്റെ ഒരു പി വി ഡയഗ്രാം വരയ്ക്കാം. എൻ്റെ പി വി ഡയഗ്രാം വരയ്ക്കാം. ഇപ്പോൾ പി വി ഡയഗ്രാം വരയ്ക്കുമ്പോൾ നോക്കാം. അപ്പോൾ ആദ്യം അതിൻ്റെ പ്രഷർ. ഓക്കെ, അതിൻ്റെ ആദ്യം പി വി ഡയഗ്രാം ഇവിടെ P0 ആണ്, P0 ആൻഡ് ഇവിടെ V0. അപ്പോൾ ആദ്യം ഇത് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്, ഐസോതെർമൽ എക്സ്പാൻഷൻ. For V0 it expands to its 4 times. Okay, so isothermally expands to 4 times of its initial volume V0. Then isobarically compressed to original volume. Isobarically compressed to original volume ആണ് ഇങ്ങോട്ടേക്ക്. സോ ഇത് എക്സ്പാൻഷൻ കംപ്രഷൻ. ഓക്കെ, എക്സ്പാൻഷൻ കംപ്രഷൻ. ആൻഡ് ഫൈനലി സിസ്റ്റം ഈസ് ഹീറ്റഡ് ഐസോകോറിക്കലി ടു ബ്രിങ് ഇറ്റ് ടു ഇറ്റ്സ് ഇനിഷ്യൽ സ്റ്റേറ്റ്. ഇപ്പോൾ ഫൈനൽ സ്റ്റേറ്റിലോട്ട് ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഞാനിത് നോക്കാം, ഇത് എ ബി എന്ന് പ്രോസസ്സ് എടുക്കാം, എ ബി സി. അപ്പോൾ എ ബി ഐസോ, ഓക്കെ, എ ബി ഐസോതെർമൽ ആണ്, എ ബി ഐസോതെർമൽ, എ ബി ഐസോതെർമൽ, എ ബി ഐസോതെർമൽ, എ ബി ഐസോതെർമൽ ആണ്, ഐസോതെർമൽ. അത് ടി കോൺസ്റ്റൻ്റ് ആണ്. ടി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമുക്കറിയാം, ടി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ആണ്, ക്യൂ ഈസ് ഈക്വൽ ടു ഡബ്ല്യു. കാരണം ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു ആണ്, ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. ഓക്കെ, നമുക്ക് ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു വരും, ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. ഓക്കെ, ഇവിടെ നോക്കുക. അപ്പോൾ വർക്ക് ഡൺ ഇൻ എ ബി. സോ വർക്ക് ഡൺ ഇൻ എ ബി സിക്കള്, വർക്ക് ഡൺ ഇൻ എ ബി സിക്കള് സോ NRT അല്ലെങ്കിൽ NRT LN. സോ വി ഫൈനൽ ടു വി ഇനിഷ്യൽ വരും. അപ്പോൾ NRT എന്ന് പറയുമ്പോൾ സോ P0, സോ P0 V0, സോ P0 V0 LN. വി ഫൈനൽ എന്ന് പറയുമ്പോൾ 4 V0 by V0 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ അത് P0 V0 LN 4 വരും. P0 V0 LN 4 വരും. P0 V0 LN 4 അതാണ് വർക്ക് ഡൺ ഇൻ എ ബി. അത് തന്നെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ എ ബി. അത് തന്നെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ എ ബി ഓൾസോ. അത് വർക്ക് ഡൺ ഇൻ എ ബി തന്നെയാണ്, വർക്ക് ഡൺ ഇൻ എ ബി. ദാറ്റ് ഈസ് ഇക്വൽ അത് P0 V0 LN 4 വരും.
ഇനി വർക്ക് ഡൺ ഇൻ ബി സി. ഓക്കെ, വർക്ക് ഡൺ ഇൻ ബി സി എന്ന് പറയുമ്പോൾ ഇത് കംപ്രഷനാണ് പി ഡെൽറ്റ വി എടുക്കുന്നത്. സോ വർക്ക് ഡൺ ഇൻ ബി സി ഈക്വൽ ടു പി ഡെൽറ്റ വി. ഇവിടുത്തെ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു സോ പി ഇവിടുത്തെ പ്രഷർ. ഓക്കെ, സോ ഇവിടുത്തെ പ്രഷർ 4V0. ഇവിടുത്തെ പ്രഷർ നോക്കാം, കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ. ഓക്കെ, സോ നമുക്ക് പ്രഷർ ഇവിടുത്തെ ബിയിലെ പ്രഷർ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ പി എ വി എ ഈക്വൽ ടു സോ പി ബി വി ബി, കാരണം കോൺസ്റ്റൻറ്റ് വോളിയമാണ്. അപ്പോൾ പി എ ഈക്വൽ ടു പി നോട്ട്, വി എ ഈക്വൽ ടു വി നോട്ട്, പി ബി ഈക്വൽ ടു നമുക്കറിയത്തില്ല, പി ബി ഇൻറ്റു വി നോട്ട് ഈക്വൽ ടു 4V0 വരും. അപ്പോൾ പി ബി ഈക്വൽ ടു പി നോട്ട് ബൈ 4 ആണ്. പി ബി ഈക്വൽ ടു പി നോട്ട് ബൈ 4. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വർക്ക് ഡൺ ഇൻ ബി സി എടുക്കുമ്പോൾ വർക്ക് ഡൺ ഇൻ ബി സി. സോ വർക്ക് ഡൺ ഇൻ ബി സി ഈസ് ഈക്വൽ ടു ബി സിയിൽ ചെയ്യുന്ന വർക്ക് എന്ന് പറയുമ്പോൾ ബി സിയിൽ ചെയ്ത വർക്ക് ഈസ് ഈക്വൽ ടു സോ ബി സിയിൽ ചെയ്ത വർക്ക് ഓക്കെ, സോ പി ബി ഇൻറ്റു സോ ഡെൽറ്റ വി വരും. പി ബി ഇൻറ്റു ഡെൽറ്റ വി. സോ പി നോട്ട് ബൈ 4 ഇൻറ്റു ഡെൽറ്റ വി എന്ന് പറയുമ്പോൾ ഫൈനൽ വോളിയം വി നോട്ട് മൈനസ് 4V0 വരും. സോ പി നോട്ട് ഇൻറ്റു സോ -3V0 ബൈ 4 വരും. സോ -3/4 ഇൻറ്റു പി നോട്ട് വി നോട്ട് വരും. അപ്പോൾ -3/4 ഇൻറ്റു പി നോട്ട് വി നോട്ട് വരും. അപ്പോൾ അത് നെഗറ്റീവ്. അപ്പോൾ നമുക്ക് സോ -0.75 പി നോട്ട് വി നോട്ട് വരും. ഇതാണ് വർക്ക് ഡൺ ഇൻ. ഓക്കെ, വർക്ക് ഡൺ ഇൻ ബി സിയുടെ വാല്യൂ അത്രയും വരും. ഇനി വർക്ക് ഡൺ ഇൻ സി എടുക്കുക. വർക്ക് ഡൺ ഇൻ സി എ 0 ആണ്. അപ്പോൾ വർക്ക് ഡൺ ഇൻ സി എ 0 ആണ്. എനിക്ക് തന്നെ ഒരു ഹോൾ പ്രോസസ്സിൽ എടുത്തേക്കണേ തോന്നുന്നു, കാരണം നമുക്ക് വർക്ക് ഡൺ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ഈ സൈക്ലിക് പ്രോസസ്സ് ആകുമ്പോൾ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ആകുമ്പോൾ അപ്പോൾ നമുക്ക് ഇവിടുത്തെ സൈക്ലിക് പ്രോസസ്സ് അതിൻ്റെ അകത്ത് Qnet ഈക്വൽ ടു ഇവിടുത്തെ Qnet ഈക്വൽ W നെറ്റ് ആണ്. ഇവിടുത്തെ Qnet ഈക്വൽ, കാരണം സൈക്ലിക് പ്രോസസ്സ് ആകുമ്പോൾ സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ സോ ഡെൽറ്റ യു ഈക്വൽ 0 ആണ്. ദാറ്റ് മീൻസ് ഓക്കെ, സോ ഇൻ്റഗ്രൽ Q ഈക്വൽ ഇൻ്റഗ്രൽ W വരും. അപ്പോൾ Qnet ഈക്വൽ W നെറ്റ് വരും. ഇപ്പോൾ നെറ്റ് ഹീറ്റ് എക്സ്ചേഞ്ച് ഇൻ ദ പ്രോസസ്. ഓക്കെ, Qnet ഈക്വൽ ടു അപ്പോൾ Qnet ഈക്വൽ W നെറ്റ് എന്ന് പറയുമ്പോൾ നോക്കുക, ഇവിടെ എ ബി ബി സി. സോ വർക്ക് ഡൺ ഇൻ AB2, വർക്ക് ഡൺ ഇൻ BC ടു വർക്ക് ഡൺ ഇൻ CA വരും. ഇവിടെ നോക്കുക, നമുക്ക് വർക്ക് ഡൺ ഇൻ AB കണ്ടുപിടിച്ചു, വർക്ക് ഡൺ ഇൻ BC കണ്ടുപിടിച്ചു. ഈ വർക്ക് ഡൺ ഇൻ CA എടുക്കുക. വർക്ക് ഡൺ ഇൻ CA എന്ന് പറയുമ്പോൾ ഇതൊരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ് C to A. സോ വർക്ക് ഡൺ ഇൻ CA എടുക്കുമ്പോൾ അവിടെ ഡെൽറ്റ വി 0 ആണ്. അപ്പോൾ വർക്ക് ഡൺ ഇൻ CA ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി എടുക്കുമ്പോൾ ആ വാല്യൂ 0 ആണ്. അപ്പോൾ വർക്ക് ഡൺ ഇൻ CA ദാറ്റ് ഈസ് ഈക്വൽ ടു 0. വർക്ക് ഡൺ ഇൻ CA ഈസ് ഈക്വൽ ടു 0. അപ്പോൾ Qnet ഈസ് ഈക്വൽ ടു സോ WAB അത് പി നോട്ട് വി നോട്ട് ln4. വർക്ക് ഡൺ ഇൻ BC എന്ന് പറയുമ്പോൾ സോ -0.75 പി നോട്ട് വി നോട്ട് പ്ലസ് 0 വരും. സോ പി നോട്ട് വി നോട്ട് ln2 സ്ക്വയർ മൈനസ് 0.75 പി നോട്ട് വി നോട്ട്. സോ 2 ഇൻറ്റു പി നോട്ട് വി നോട്ട് ln2 മൈനസ് 0.75 പി നോട്ട് വി നോട്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എടുക്കാൻ നോക്കാം. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ പി നോട്ട് വി നോട്ട് പുറത്തെടുക്കുമ്പോൾ സോ പി നോട്ട് വി നോട്ട് പുറത്തെടുക്കുമ്പോൾ നമുക്ക് 2 ln2 മൈനസ് 0.75 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ പി നോട്ട് വി നോട്ട് ഇൻറ്റു 2 ln2 മൈനസ് 0.75 വരും. ഇപ്പോൾ പി നോട്ട് വി നോട്ട് ടൈംസ് 2 ln2 മൈനസ് 0.75 ഓപ്ഷൻ 1 ആണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 വരും. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 30 അല്ലേ, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1. ഇപ്പോൾ ഈ നെറ്റ് ഓക്കെ ഈ ടോട്ടൽ പ്രോസസ്സിലാണ്, അതായത് ഈ ടോട്ടൽ സൈക്കിളിലെ ഹീറ്റ് ട്രാൻസ്ഫർ ചോദിച്ചിരിക്കുന്നത്. ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ടോട്ടൽ സൈക്കിളിലെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 31. Two monochromatic light beams have intensities in the ratio 1:9. And interference pattern is obtained by these beams. The ratio intensities of maximum to minimum. അപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കിയാൽ മതി, ജസ്റ്റ് കുറച്ചും ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് അത് ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഈ കൊല്ലത്തെ ഒരു പ്രത്യേകതയായിരുന്നു, കാരണം നമുക്ക് ഒരേ ടോപ്പിക്കിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് സെയിം കോൺസെപ്റ്റ് തന്നെ ഇവിടെ സെയിം കോൺസെപ്റ്റ് തന്നെ നമുക്ക് ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ 2 monochromatic ലൈൻസ്. ഓക്കെ, അതിൻ്റെ ഇൻറ്റൻസിറ്റി റേഷ്യോ I1/I2 എന്ന് പറയുമ്പോൾ
ദാറ്റ് ഈസ് ഈക്വൽ 1:9. 1:9 എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം I/9i. സോ നമുക്ക് വേണമെങ്കിൽ വേറൊരു ഫോമിൽ എഴുതാം. കാരണം ഇപ്പോൾ ഇവിടെ നോക്കാം I1:2. സോ എനിക്കിങ്ങനെ എഴുതാം. സോ I1:I2 എന്ന് പറയുമ്പോൾ എനിക്ക് I:9i എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ആംപ്ലിറ്റ്യൂഡ് വെച്ചല്ലേ ചെയ്തേ. അപ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് നമുക്കറിയാം I പ്രൊപ്പോർഷണൽ ടു. സോ I പ്രൊപ്പോർഷണൽ ടു A² ആണെങ്കിൽ നമുക്ക് എഴുതാം ആംപ്ലിറ്റ്യൂഡ്. സോ √I പ്രൊപ്പോർഷണൽ ടു A എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഇവരുടെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ഇങ്ങനെ എഴുതാം. സോ A1:A2 എന്ന് പറയുമ്പോൾ സോ ദാറ്റ് ഈസ് I1:I2 എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ. സോ അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം I പ്രൊപ്പോർഷണൽ ടു A എന്ന് എഴുതാം. അപ്പോൾ A1:A2 എന്ന് പറയുമ്പോൾ I1:I2. ഓക്കെ. അപ്പോൾ A1:2. സോ അപ്പോൾ നമ്മുടെ Imax to Iminima എഴുതുമ്പോൾ സോ Imax to Iminima എന്ന് പറയുമ്പോൾ A1 plus A2 all square by A1 minus A2 that is equal to square root of I1 is to square root of I2 all square I1 minus square root of I2 all square വരും. ഇവിടെ നോക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുക. ഇവിടെ I1:I2. സോ ഇവിടെ A1:A2 എന്ന് പറയുമ്പോൾ സോ A1:A2 square root of I1 എന്ന് പറയുമ്പോൾ square root of I is to square root of I2 എന്ന് പറയുമ്പോൾ square root of 9i വരും. ഇവിടെ നോക്കുക. ഇവിടെ square root of I is to 3 square root of 5 വരും. അപ്പോൾ നോക്കുക I1 എന്ന് പറയുമ്പോൾ സോ I1 is equal to ഓക്കെ. സോ ഇപ്പോൾ square root of I1 എന്ന് പറയുമ്പോൾ square root of I1 is equal to square root of I and square root of I2 എന്ന് പറയുമ്പോൾ square root of I2 is equal to 3 times square root of I വരും. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതുമ്പോൾ നോക്കുക. ഇതിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ square root of I plus 3 into square root of I all square root of I minus 3 into square root of I all square. ഇവിടെ നോക്കുക I പുറത്താവും. സോ 4 square I square by 2 square I square വരും. ദിസ് ഈസ് ഈക്വൽ ടു 16/4 വരില്ലേ. 4/1 4:1 വരും. Imax to Iminima. സോ Imax to Iminima നമുക്ക് സോ Imax to Iminima 4:1 വരും. Imax to Iminima 4:1. So question number 31 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 വരും. question number 31 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് question number 32. Given below are two statements. So one is level. So ഇത് ഓക്കെ assertion reason ആണ്. The Bohr model is applicable to hydrogen and hydrogen like atoms only. അതായത് അത് കറക്റ്റാണ്. കാരണം Bohr model is applicable to hydrogen അല്ലെങ്കിൽ hydrogen like atoms ആയിരിക്കണം. അതായത് ഒറ്റ ഇലക്ട്രോണേ പാടുള്ളൂ. അതായത് ന്യൂക്ലിയസിനിട്ട് റിവോൾവ് ചെയ്യുന്നത് ന്യൂക്ലിയസിനിട്ട് റിവോൾവ് ചെയ്യുന്ന ഒരൊറ്റ ഇലക്ട്രോൺ ആയിരിക്കണം. അപ്പോൾ അത് കറക്റ്റാണ്. The formulation of Bohr model does not include the repulsive force between electrons. കാരണം ഇതിൻ്റെ അകത്ത് ഈ ഇലക്ട്രോൺ ടു ഇലക്ട്രോൺ റിപ്പൾസീവ് ഫോഴ്സ് എടുക്കുന്നില്ല. കാരണം നമ്മൾ ഒരൊറ്റ ഇലക്ട്രോൺ ഈസ് റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ്. കാരണം ഒറ്റ ഇലക്ട്രോൺസ് അതായത് ഇവിടെ ഒരു ZD ഉണ്ട്, ഒരു ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നു. സോ ഈ നെഗറ്റീവ് റിവോൾവ് ചെയ്യുന്നു. അപ്പോൾ K × ZD × E/R² is equal to mv²/r വരും. സോ K × ZD × E/R² is equal to mv²/r. അപ്പോൾ നോക്കുക. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഈ ന്യൂക്ലിയസ് ഈസ് അട്രാക്ടിങ് ദറ്റ് ഇലക്ട്രോൺ. ആ ഒരു കോൺസെപ്റ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ വി ആർ നോട്ട് ടേക്കിംഗ് ദ റിപ്പൾസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ഇലക്ട്രോൺസ് എടുക്കുന്നില്ല. അപ്പോൾ അതാണ്. അതുകൊണ്ടാണ് സോ ബോത്ത് അസെർഷൻ ആൻഡ് റീസൺ. അപ്പോൾ അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ബോത്ത് A and R ട്രൂ ആൻഡ് R ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ 3 വരും. ക്വസ്റ്റ്യൻ നമ്പർ 32 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും. Okay, next question number 33. Using a battery, a 10 picofarad capacitor charged to 60 volt and the battery is removed, and after that a second uncharged capacitor is connected to the first capacitor in parallel. The final voltage across the second capacitor is 20 volt. Its capacitance is. ഇവിടെ നോക്കുക. നമ്മളിവിടെ എടുക്കുമ്പോൾ സാധാരണ ഈ കപ്പാസിറ്റർ ഇങ്ങനെ കണക്ട് ചെയ്യുന്നൊരു കേസാണ്. ആദ്യം നമ്മൾ നോക്കുക. ആദ്യം ഒരു 10 picofarad capacitor 100 picofarad capacitorനെ ഒരു 60 വോൾട്ട് വെച്ച് ചാർജ് ചെയ്തു. 60 വോൾട്ട് വെച്ച് ചാർജ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ Q1 is equal to C × V1 വരും. Q1 is equal to C × V. അപ്പോൾ നോക്കുക. അപ്പോൾ 100 × 60 വരും. അപ്പോൾ 600 × 10⁻⁻12 വരും കൂളം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ എഴുതാം
സോറി 60 into 100 അല്ലേ, 60 into 100 എന്ന് പറയുമ്പോൾ 6000 വരും. ദാറ്റ് ഈസ് 6 into 10 to the power -9 കൂളംബ് വരും. അപ്പോൾ 6 നാനോ കൂളംബ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 നാനോ കൂളം. അതാണ് അതിൻ്റെ ഇനീഷ്യൽ ചാർജ്. അപ്പോൾ നോക്കുക, ഇതിലേക്ക് ഈ 6 നാനോ കൂളംബുള്ള ഇതിലോട്ട് നമ്മൾ വേറൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്തു, വേറൊരു അൺചാർജ്ഡ് കപ്പാസിറ്റർ കണക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിഷ്യൽ ചാർജ് ഇപ്പോൾ Q ഇനിഷ്യലി ഈക്വൽ, അപ്പോൾ Q ഇനിഷ്യലി ഈക്വൽ ടു സോ 60 നാനോ കൂളംബാണ്. അപ്പോൾ നമുക്ക് ഫൈനലി കണക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് വി ഡാഷ് ആണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് വി ഡാഷ് ആയിരിക്കും. രണ്ടിനും ഒരേ പൊട്ടൻഷ്യലോട്ട് അറ്റൈൻ ചെയ്യും. ഇവിടുത്തെ സി അറിയാം, ഇവിടുത്തെ C1 എന്ന് ഞാൻ എടുക്കാം, ഇവിടുത്തെ C ഡാഷ് എന്ന് എടുക്കാം. ഇവിടെ നോക്കുക, വി ഡാഷ് ഈസ് എ കോമൺ വോൾട്ടേജ് അക്രോസ് എ കപ്പാസിറ്റർ, വി ഡാഷ് ഈസ് എ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ, വോൾട്ടേജ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. ഇപ്പോൾ Q ഫൈനലി ഈക്വൽ സോ C into V dash plus C dash into V dash. കാരണം C dash നമുക്ക് കണ്ടുപിടിക്കണേ, ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഫൈനൽ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഇനിഷ്യൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഇനിഷ്യൽ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഇനിഷ്യൽ ആൻഡ് V dash ഈസ് ഈക്വൽ ടു 20 വോൾട്ട് ആൻഡ് C into V dash എന്ന് പറയുമ്പോൾ സോ 100 into 20 പ്ലസ് 100 into 20 പ്ലസ് C dash into 20 ഈസ് ഈക്വൽ ടു സോ 6 നാനോ കൂളം അല്ല, 6 into 10 to the power -9 കൂളം വരും. ആൻഡ് ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ 200 സോ 2000 into 2000 into 10 to the power -12 പ്ലസ് C dash into 20 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 into 10 to the power -9. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ 2 into 10 to the power -9 വരും. കാരണം ഇത് ആഡ് ചെയ്യണം, അതായത് ബേസിക് കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് വോൾട്ടേജ് വി ഡാഷ് ആണെങ്കിൽ മറ്റേതിൻ്റെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി ഡാഷ് ആണ്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി C ഡാഷ്, ഇത് C ആണെങ്കിൽ അപ്പോൾ ഫൈനൽ ചാർജ് എന്ന് പറയുമ്പോൾ CV ഡാഷ് പ്ലസ് C ഡാഷ് V ഡാഷ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഇനിഷ്യൽ. കാരണം ഇവിടെ ചാർജ് എവിടെയും പോകുന്നില്ല, ഇനിഷ്യലി എത്ര ചാർജ് ഉണ്ടോ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്, ഈ രണ്ട് കപ്പാസിറ്ററോട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. ദർ ഇസ് നോ ലോസ് ഓഫ് ചാർജ് ആണ്. അപ്പോൾ ഇത് 2 into 10 to the power 9 സോ 2 into 10 to the power -9 കൂളംബ് വരും ഇൻറ്റു C ഡാഷ് into 20 is equal to 6 into 10 to the power -9. അപ്പോൾ C dash into 20 is equal to 6 into 10 to the power -9 minus 2 into 10 to the power -9 വരും. അപ്പോൾ C dash into 20 is equal to 4 into 10 to the power -9 വരും. Okay, 4 into 10 to the power -9 and C dash is equal to 4 by 20 into 10 to the power -9. This is 1 by 5. So this is 1 by 5 into, so 1 by 5 into 10 to the power -9 and that is equal to, so this 1 by 5 means 0.2 into 10 to the power -9. So നമുക്ക് ഇത് ഏത് പൈക്കോ ഫാരഡിൽ വേണമെന്നാണല്ലേ, പൈക്കോ ഫാരഡിൽ വേണം. അപ്പോൾ ഇവിടെ നോക്കാം, ഇപ്പോൾ ഇവിടെ C dash is equal to, so 2 into 10 to the power -10 ഫാരഡ് വരും. അപ്പോൾ ഞാൻ 200 into 10 to the power -2 into 10 to the power -10 ഫാരഡ് വരും. അപ്പോൾ ദാറ്റ് ഈസ് 200 into 10 to the power -12 ഫാരഡ് വരും. അപ്പോൾ C dash is equal to 200 പൈക്കോ ഫാരഡ് വരും. C dash is equal to 200 പൈക്കോ ഫാരഡ്. C dash is equal to 200 പൈക്കോ ഫാരഡ്. സോ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. ഓപ്ഷൻ 2 ക്വസ്റ്റ്യൻ നമ്പർ 33. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. 34. A monochromatic light of frequency 5 into 10 to the power 14 hertz traveling through an air incident on a medium or refracting index 2. The wavelength of the refracted light. Okay, wavelength of the refracted light will be. ഇവിടെ നോക്കുക, ഇപ്പോൾ ഇവിടെ വരുന്ന ലൈറ്റ്, അപ്പോൾ ഇതിൻ്റെ സ്പീഡ്, ഓക്കെ, ഇത് ഫ്രീക്വൻസി, കാരണം ഇതിൻ്റെ സ്പീഡ് C ആണെങ്കിൽ ഇവിടെ അതിൻ്റെ സ്പീഡ് V ആണ്. ഓക്കെ, ഇതിൻ്റെ സ്പീഡ് C ആണെങ്കിൽ C is equal to 3 into 10 to the power 8 ആണെങ്കിൽ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N is equal to 2 ആണ്. ഇവിടുത്തെ അതിൻ്റെ സ്പീഡ് V is equal to അത് C/2 ആണ്. കാരണം ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, കാരണം ഇത് മീഡിയമാണ്, മീഡിയത്തിന് N is equal to 2, ഇവിടെ എയർ ആകുമ്പോൾ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ, സോ V is equal to, so 3 into 10 to the power 8/2 എന്ന് പറയുമ്പോൾ 1.5 into 10 to the power 8 വരും. അപ്പോൾ അതാണ് ഇവിടുത്തെ വെലോസിറ്റി. ഓക്കെ, ഇവിടുത്തെ സ്പീഡ് അതാണ്. ഇവിടുത്തെ സ്പീഡ് V is equal to, so 1.5 into ഹാഫ് ആണ്
വാക്യത്തിലുള്ളതിൻ്റെ ഹാഫാണ്. ഇവിടുത്തെ ലാംഡ, സോ ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു, സോ വി ബൈ ഫ്രീക്വൻസിയാണ്. കാരണം മീഡിയം മാറിയാലും ഫ്രീക്വൻസി മാറത്തില്ല. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ആ സോഴ്സിൻ്റെ ഫ്രീക്വൻസിയാണ്. സോ 1.5 ഇൻറ്റു 10⁸ ഡിവൈഡ് ബൈ ഫ്രീക്വൻസി 5 ഇൻറ്റു 10⁻14 വരും. അപ്പോൾ ഇവിടെ സോ 0.3 ഇൻറ്റു 10⁻6 0.3 ഇൻറ്റു 10⁻6. ഇപ്പോൾ സ്പീഡ് 1.5 ഇൻറ്റു 10⁸ ഡിവൈഡ് ബൈ 5 ഇൻറ്റു ഇവിടെ -6 വരും. ഇവിടെ നോക്കുക. സോ ഇവിടെ നമുക്ക് നാനോമീറ്ററിലോട്ട് മാറ്റാം. സോ ഞാൻ ഇത് 3 ഇൻറ്റു, ഇപ്പോൾ ഇത് 3 ഇൻറ്റു 10⁻7 വരും. അപ്പോൾ ഞാൻ 300 എടുക്കുമ്പോൾ സോ 10⁻2 ഇൻറ്റു 10⁻7 വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് 300 ഇൻറ്റു 10⁻9 300 ഇൻറ്റു 10⁻9 ദാറ്റ് ഈസ് 300 നാനോമീറ്റർ. ഇതിൻ്റെ ആൻസർ 300 നാനോമീറ്റർ ആണ്. ഇതിൻ്റെ ആൻസർ 300 നാനോമീറ്റർ. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1. സോ ക്വസ്റ്റ്യൻ നമ്പർ 34 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. Okay, next question number 35. Consider two blocks A and B of mass M1 10 kg, M2 5 kg that are placed on a frictionless table. The block A moves with a constant speed 3 meter per second towards the block B kept at rest. A spring with a spring constant K is equal to 3000 Newton per meter is attached with the block B as shown in the figure. After the collision, suppose that the blocks A and B along with the spring in a constant compression state moves together. Then the compression in the spring is. അപ്പോൾ നോക്കുക, ഇതൊന്ന് സാധാരണ നമ്മളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് അഡ്വാൻസ് ലെവൽ ചെയ്യുമ്പോൾ നമ്മൾ റെഡ്യൂസ് മാസ് ഒക്കെ എടുത്തിട്ട്, അതായത് ആ സ്പ്രിങ്ങിൻ്റെ സ്റ്റോർ ചെയ്ത എനർജി ഈക്വൽ ഹാഫ് ഇൻറ്റു റെഡ്യൂസ് മാസ് ഇൻറ്റു വി റിലേറ്റീവ് സ്ക്വയർ ചെയ്യും. ഇവിടെ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവർ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആ സെയിം കേസ് അവർ സിനാരി പറഞ്ഞിട്ടുണ്ട്. മാക്സിമം കംപ്രഷൻ വരിക എന്ന് പറയുമ്പോൾ രണ്ടിനും ഒരേ സ്പീഡിൽ പോവുക. ഇപ്പോൾ ഇവിടെ സ്പ്രിങ്ങിൻ്റെ മാക്സിമം കംപ്രഷൻ വരുമ്പോൾ രണ്ടിനും ഒരേ സ്പീഡിൽ പോവുകയാണ്. ആ ഓൾറെഡി ആ കേസ് അവരിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് അപ്ലൈ ചെയ്യാം. നോക്കുക. അപ്പോൾ എയുടെ മാസ് M1 ഇത് 10 kg. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് ഇതിൻ്റെ സ്പീഡ് V is equal to 3 meter per second. മറ്റേ ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്. ഈ ബ്ലോക്ക് അറ്റ് റെസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ കൊളീഷൻ, ഇവിടെ ഇലാസ്റ്റിക് കൊളീഷൻ, അതായത് എനർജി ലോസ് ഒന്നുമില്ല. ഓക്കെ, ഈ 5 kg ഇത് 3000 Newton per meter വരും. ഇവിടെ നോക്കുക, ഇത് കൊളീഷൻ നടന്നു. ഓക്കെ, വെലോസിറ്റി V വന്നു. അപ്പോൾ അത് തുടക്കത്തിൽ. പിന്നെ ഇത് രണ്ടും കൂടി ഇത് ഫുൾ കംപ്രഷനിലായിട്ട് രണ്ടും ഒരേ സ്പീഡിൽ പോവുകയാണ്. ഇതെല്ലാം രണ്ടും കൂടെ ഒരു V' സ്പീഡിൽ പോവുകയാണ്. ഇവിടെ 10 kg, ഇവിടെ 5 kg, ഇവിടെ 300 Newton per meter. ഇവിടെ X എന്ന് പറയുമ്പോൾ കംപ്രഷൻ സ്പ്രിങ്. X ഈസ് എ കംപ്രഷൻ ഇൻ സ്പ്രിങ് ആണ്. X ഈസ് എ കംപ്രഷൻ ഇൻ സ്പ്രിങ് വരും. X ഈസ് എ കംപ്രഷൻ ഇൻ സ്പ്രിങ് ആണ്. ആൻഡ് X ഈസ് എ കംപ്രഷൻ ഇൻ സ്പ്രിങ്. X ഈസ് എ കംപ്രഷൻ ഇൻ സ്പ്രിങ് ആണ്. X എന്ന് പറയുമ്പോൾ X ഈസ് എ കംപ്രഷൻ ഇൻ ദ സ്പ്രിങ് ആണ്. X ഈസ് എ കംപ്രഷൻ ഇൻ ദ സ്പ്രിങ്. X ഈസ് എ കംപ്രഷൻ ഇൻ സ്പ്രിങ് വരും. X ഈസ് എ കംപ്രഷൻ ഇൻ സ്പ്രിങ്. ഇവിടെ നോക്കുക, നമ്മളിവിടെ എടുക്കുമ്പോൾ സോ P ഇനിഷ്യലി ഈസ് ഈക്വൽ ടു, സോ മൊമെൻ്റ് കൺസർവേഷൻ ആണ്. P ഇനിഷ്യലി ഈസ് ഈക്വൽ ടു P ഫൈനൽ. കാരണം ഇവിടെ വേറെ ഇത് മൊത്തത്തോടെ ഒരു സിസ്റ്റമായിട്ട് എടുക്കുക. ഇത് മൊത്തത്തോടെ നമ്മളൊരു സിസ്റ്റമായിട്ട് എടുക്കുക. ഇത് എടുക്കുകയാണ്. ഇത് മൊത്തത്തോടെ നമ്മൾ ഒരു സിസ്റ്റമായിട്ട് എടുക്കുന്നു. അപ്പോൾ P ഇനിഷ്യലി ഈസ് ഈക്വൽ ടു P ഫൈനൽ. P ഇനിഷ്യൽ ദാറ്റ് ഈസ് ഈക്വൽ ടു P ഫൈനൽ വരും. P ഇനിഷ്യലി ഈസ് ഈക്വൽ ടു P ഫൈനൽ. അപ്പോൾ P ഇനിഷ്യൽ എന്ന് പറയുമ്പോൾ P ഇനിഷ്യലി ഈസ് ഈക്വൽ ടു 10 into V വരും. ആൻഡ് P ഫൈനലി ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ഒരുമിച്ചല്ലേ പോണേ. P ഫൈനൽ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ബ്ലോക്കും കൂടെ ഒരുമിച്ചേ പോണേ. ഇപ്പോൾ 10 kg ഈ സ്പ്രിങ്ങും ഈ 5 kg ഒരുമിച്ച് ഒരേ സ്പീഡിൽ V' സ്പീഡിലാണ്. രണ്ടിനും ഒരേ V' സ്പീഡിൽ പോവാണ്. അപ്പോൾ 10 + 5 into V' വരും. ഇവിടെ നോക്കുക, ഇവിടെ 10 into ഇവിടെ 10 P ഇനിഷ്യലി ഈസ് ഈക്വൽ ടു P ഫൈനൽ ചെയ്യുമ്പോൾ P ഇനിഷ്യലി ഈസ് ഈക്വൽ ടു P ഫൈനൽ. അത് ചെയ്യുമ്പോൾ 10 into V, 10 into 3 is equal to 15 into V'. V' is equal to 30/15. 2 meter per second square. 2 meter per second വരും. ഇപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇപ്പോൾ നോക്കുക,
തുടക്കത്തിൽ ഇതിന് 3 m/s സ്പീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മാസ് 10 kg. അപ്പോൾ ഫൈനലി എടുക്കുമ്പോൾ ഇത് രണ്ടും കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ച് 2 m/s സ്പീഡിൽ പോവാണ്. 10 kg 5 kg കൂടെ രണ്ടും കൂടെ 2 m/s, ഇവിടെ 2 m/s സ്പീഡിൽ പോവാണ്. അപ്പോൾ K ഇനിഷ്യലി ഈക്വൽ ടു കൈനറ്റിക് എനർജി ഇനിഷ്യൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ½ × m/v² വരും. ½ × m/v². ½ × m/v² ദാറ്റ് ഈസ് ഈക്വൽ ടു ½ × 10 × v² എന്ന് പറയുമ്പോൾ 3² വരും. 5 × 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ജൂൾ വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 45 ജൂളാണ്. ആൻസർ അല്ല, കൈനറ്റിക് എനർജി ഇനിഷ്യൽ. ഇവിടുത്തെ കൈനറ്റിക് എനർജി ഫൈനലി ഈസ് ഈക്വൽ ടു 1/2 × മാസ്. 10 + 5. അപ്പോൾ രണ്ടും കൂടെ 2 m/s സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ 15/2 × 2 × 2 ചെയ്യുമ്പോൾ 30 ജൂൾ വരും. അപ്പോൾ നോക്കുക, ഇവിടെ 15 ഉണ്ടായിരുന്നു, മറ്റോടത്ത് 30 ജൂളാണ്. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് ഇങ്ങനെ എഴുതാം കൈനറ്റിക് എനർജി ഇനിഷ്യൽ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഫൈനൽ പ്ലസ് സ്പ്രിങ്ങിൻ്റെ കംപ്രഷൻ. കാരണം സ്പ്രിങ് കംപ്രസ്ഡ് ആണ് ഇപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ആൻഡ് സ്പ്രിങ് എനർജി എന്ന് എഴുതാം. സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ഈസ് ഈക്വൽ ടു 30 + ½ × kx² വരും. അപ്പോൾ ½ kx² ഈസ് ഈക്വൽ ടു ½ kx² ഈസ് ഈക്വൽ ടു 15 വരും. അപ്പോൾ kx² ഈസ് ഈക്വൽ ടു 30 ആൻഡ് x² ഈസ് ഈക്വൽ ടു 30/k. 30/k എന്ന് പറയുമ്പോൾ 30/3000 10⁻² വരും. അപ്പോൾ x² ഈസ് ഈക്വൽ ടു 10⁻². ദാറ്റ് മീൻസ് x ഈസ് ഈക്വൽ ടു 10⁻1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 മീറ്റർ. അപ്പോൾ കംപ്രഷൻ x ഈസ് ഈക്വൽ ടു 0.1 മീറ്റർ 10 സെൻറ്റിമീറ്റർ ആണ്. കംപ്രഷൻ x ഈസ് ഈക്വൽ ടു 0.1 മീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ അതിൻ്റെ ആൻസർ കംപ്രഷൻ x ഈസ് ഈക്വൽ ടു 0.1 മീറ്റർ 10 സെൻറ്റിമീറ്റർ വരും. 0.1 മീറ്റർ നമുക്ക് മീറ്ററിലാണ് വേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 മീറ്റർ. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ആണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 36. A particle is projected with a velocity v so that its horizontal range is 3 times the maximum height attained by it. The horizontal range of the projectile is given as n(u²/25g). So where the value of n is. ഇവിടെ നോക്കുക, a particle is projected with a velocity u such that its horizontal range r is equal to 3 times the maximum height, 3 times h max. So this is equal to, we can write, r is equal to 3 times h max. R we can write, u² sin 2θ by g is equal to 3 times h max is equal to, this is equal to our range 3 × u² sin square theta by 2g, and here g we can cancel, u² we can cancel, and sin 2θ is equal to 2 sin theta cos theta is equal to 3 × sin square theta by 2. Cos theta is equal to, ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ cos theta is equal to 3/4 × sin theta, 3/4 × sin theta, or tan theta is equal to, ഇത് സോൾവ് ചെയ്യുമ്പോൾ tan theta is equal to 3/4 വരും. Tan theta is equal to 3/4, that is equal to tan theta is equal to 3/4, tan theta is equal to 3/4. അപ്പോൾ നമുക്ക് tan theta is equal, നമുക്ക് tan theta is equal to 3/4 എന്ന് വരും. tan theta is equal to 3/4. അപ്പോൾ tan theta 3/4 ആണെങ്കിൽ നമുക്കറിയാം, sin theta is equal to, sin theta എന്ന് പറയുമ്പോൾ sin theta is equal to 3/5 വരും. cos theta is equal to 4/5 വരും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് what is the horizontal range of the projectile. Horizontal range r is equal to, u² sin 2θ by g വരും. അപ്പോൾ u² 2 sin theta cos theta by g. ഇവിടെ നോക്കുക, u² by g പുറത്തെടുക്കാം. 2u² by g
പുറത്തെടുക്കുമ്പോൾ സോ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ 3/5, കോസ് തീറ്റ എന്ന് പറയുമ്പോൾ 4/5. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ സോ 2 × 3 6 × 4 24. അപ്പോൾ u² g ഇൻറ്റു സോ u²g ഇവിടെ 2, സോ 12 × 24/25. that is equal to n u²/25g. so n is equal to 24. അപ്പോൾ n-ൻ്റെ വാല്യൂ 24 ആണ്, n-ൻ്റെ വാല്യൂ 24 വരും. ക്വസ്റ്റ്യൻ നമ്പർ 36 ആൻസർ ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 36 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 37. A solid steel ball of diameter 3.6 mm acquired terminal velocity of 2.45 × 10⁻⁻12 meter per second while falling under gravity through an oil of density 925 kg/m3. Take density of steel as 7825 kg per meter cube and GS 9.8. The viscosity of oil in SI unit. അപ്പോൾ നോക്കാം. അപ്പോൾ terminal velocity equation, terminal velocity V is equal to so 2r² rho minus sigma into g by 9 eta ആണ്. അപ്പോൾ terminal velocity തന്നിട്ടുണ്ട് 2.45 ഇൻറ്റു സോ terminal velocity is equal to അപ്പോൾ മോളായിട്ട് എഴുതാം. അപ്പോൾ terminal velocity is equal to 2.45 into 10⁻⁻2 into so it's a diameter. Okay, it's a diameter is equal to 3.6 millimeter. So radius is equal to 1.8 millimeter. So 1.8 into 10⁻⁻3. So 1.8 into 10⁻⁻3 square into rho. So 7825 925 into 9.8 by 9 eta by 9 eta. So eta is equal to so 2 into so 1.8 square into 10⁻⁻6 and this value become what? This value. Yeah, this okay. ഇത് കുറച്ച് കാൽക്കുലേഷൻ ഉള്ളൊരു സ്റ്റെപ്പാണ്. കുറച്ച് നിങ്ങൾ ഇതെനിക്ക് ഏതൊക്കെ ക്യാൻസലായി പോകും, കാരണം നമുക്ക് 7825 അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ 6900 ഇൻറ്റു 9.8. അപ്പോൾ ഇവിടെ 9 വരും, ഇവിടെ 9 വരും. ഓക്കെ, 9 ഇൻറ്റു ഈറ്റൽ സോ 2.45 ഇൻറ്റു 10⁻⁻2 വരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുക്കുമ്പോൾ നോക്കി ഇവിടെ എടുക്കുമ്പോൾ സോ 9.8 by 2.45 ഇതിവിടെ 4 വരും, ഇവിടെ ഇതിൻ്റെ വാല്യൂ 4 വരും, ഇവിടെ ഓക്കെ, ഇവിടെ ഈ വാല്യൂ 4 വരും, ഇവിടെ ഈ വാല്യൂ 4 വരും. ഓക്കെ, ഇവിടെ നോക്കുക ഇവിടെ 1.8. ഓക്കെ, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ സോ 1.8 2 into 1.8 into 1.8 into so 4 into 69 into 10⁻ 10⁻⁻4 വരും by 9 into 10⁻, okay, 10⁻⁻2 വരും. ഇവിടെ നോക്കുക ഇവിടെ നമ്മൾ 1.8 ഇതിവിടെ പോയിൻ്റ് ഇല്ല, 1.8 by 9 ഇവിടെ പോയിൻ്റ് വരും. അപ്പോൾ 2 into 0.2 into 1.8 into 4 into 69 into okay 69 into 10⁻⁻2 വരും. അപ്പോൾ നോക്കുക ഈ വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ നോക്കുക ഇവിടുത്തെ ഈ വാല്യൂ എടുക്കുമ്പോൾ 2 into പോയിൻ്റ് ഇപ്പോൾ ഇവിടെ 0.4 into 1.8 into 4 into 69 into 10⁻⁻2 വരും. ഇവിടെ നോക്കുക ഇവിടെ 0.16. ഓക്കെ, 0.4 into സോ 0.4 into 4 അല്ല, ഇവിടെ 0.4 into 4 അത് 1.6 into 1.8 into 69 into 10⁻⁻2 വരും. അപ്പോൾ 1.6 into 1.8 into 69 1.98. അപ്പോൾ 198.72 into 10⁻⁻2 that is equal to 1.98. ഓക്കെ, 1.98 വരും. അപ്രോക്സിമേറ്റ്ലി നമുക്ക് 1.99 ആയിട്ട് എടുക്കാം. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇത് 1.99 വരും. ഓപ്ഷൻ 4 അല്ലേ.
Question number 37. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. യെസ്, അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 വരും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 38. ദ ട്രൂത്ത് ടേബിൾ കറസ്പോണ്ടിങ് ടു ദ ഗിവൺ ടേബിൾ. ഓക്കെ, നോക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ഇക്വേഷൻ എഴുതി ചെയ്യാം. നമുക്ക് അതിൻ്റെ ലോജിക് ഗേറ്റ്സ് അതിൻ്റെ ഇതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാം. നമുക്ക് ഇവിടെ നോക്കി, ഇത് എ, ഇത് എ, ഇത് ബി. അപ്പോൾ ഇത് എ പ്ലസ് ബി, ഇത് എ പ്ലസ് ബി, ഇത് എ അല്ലേ, എ പ്ലസ് ബി. അത് ഇവിടെ എ പ്ലസ് ബി വരും, ഇവിടെ എ പ്ലസ് ബി, ഇവിടെ എ വരും. ഇവിടെ സി ഇസ് ഈക്വൽ സി എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ഡോട്ട് സി ഇസ് ഈക്വൽ എ പ്ലസ് ബി ഡോട്ട് എ വരും. എ പ്ലസ് ബി ഡോട്ട് എ എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ഡോട്ട് എ, അപ്പോൾ എ ഡോട്ട് എ പ്ലസ് എ ബി വരും. അപ്പോൾ എ പ്ലസ് ബി, എ ഡോട്ട് ബി വരും. ഇത് വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോഴല്ലോ, ഇത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ എ ഇൻറ്റു, ഇവിടെ ഞാൻ ഇവിടെ 1 എടുക്കല്ലേ, ഇവിടെ 1 എടുക്കാം, എ ഇൻറ്റു 1 പ്ലസ് ബി എടുക്കുമ്പോൾ, അപ്പോൾ 1 പ്ലസ് ബി എന്ന് പറയുമ്പോൾ അത് 1 ആണ്. അപ്പോൾ ഇത് എ എന്ന് വരും. പിന്നെ ശരിക്കും പറയുന്നത് എ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സി ഇസ് ഈക്വൽ ടു എ എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ സി ഇസ് ഈക്വൽ ടു അതിൻ്റെ ഔട്ട്പുട്ട് എ വരും. കാരണം ഇത് എ ഡോട്ട് ബി, ഓക്കെ, എ പ്ലസ് ബി ഡോട്ട് എ വരും. എ പ്ലസ് ബി ഡോട്ട് എ വരുമ്പോൾ ഇത് എ ഡോട്ട് എ പ്ലസ് എ ഡോട്ട് എ പ്ലസ് എ ഡോട്ട് ബി. എ ഡോട്ട് എ എന്ന് പറയുമ്പോൾ എ തന്നെയാണ്. എ പ്ലസ് എ ഡോട്ട് ബി, എ പ്ലസ് എ ഡോട്ട് ബിയിൽ ഞാൻ എ പുറത്തെടുക്കുമ്പോൾ 1 പ്ലസ് ബി വരും. 1 പ്ലസ് ബി 1 തന്നെയാണ്. കാരണം എ ഡോട്ട് എ 1 ആണ്, സോറി എ ആണ്. ആൻഡ് 1 പ്ലസ് ബി എന്ന് പറയുമ്പോൾ അത് 1 തന്നെയാണ്. അതുപോലെ 1 പ്ലസ് എ ഇസ് ഈക്വൽ ടു അതും 1 തന്നെയാണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എ എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എ എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കാം. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ, അപ്പോൾ സി ഈസ് ഈക്വൽ, അപ്പോൾ ഇവിടെ സി ഈസ് ഈക്വൽ ടു എ ആണ്. അപ്പോൾ ഞാൻ എ ബി അതിൻ്റെ ട്രൂത്ത് ടേബിൾ എടുക്കുമ്പോൾ എ ബി ഇവിടെ 0 0 ആണെങ്കിൽ എയുടെ വാല്യൂ എന്താണോ അത് ഇവിടെ വരും 0. 0 1 ആണെങ്കിൽ എയുടെ വാല്യൂ എന്താണോ അത് ഇവിടെ വരും 0. 1 0 1 വരും. 1 1 1 വരും. ഇതാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ. ഓക്കെ, എയുടെ വാല്യൂ എന്താണോ അത് ഇവിടെ വരും. അപ്പോൾ ഇതല്ല ഓപ്ഷൻ 2 ആണ്. അപ്പോൾ ഓപ്ഷൻ 2 വരും. നോക്കുക, എയുടെ വാല്യൂ 0 0, എയുടെ വാല്യൂ 0 0, എയുടെ വാല്യൂ 1 1, എയുടെ വാല്യൂ 1 1. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. ഓക്കെ, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. ഓപ്ഷൻ 2 അല്ലേ ക്വസ്റ്റ്യൻ നമ്പർ 38, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. ഓക്കെ. Next question number 39. A particle moves along the x-axis and has its displacement x varying with the time t according to the equation. തന്നിട്ടുണ്ട് x is equal to c naught into t square minus 2 c into t minus 2 all square, where c naught and c are constant of appropriate dimension. Then which of the following statement is correct? അപ്പോൾ നമുക്ക് ആക്സിലറേഷനും ഇനിഷ്യൽ വെലോസിറ്റി പാർട്ടിക്കിൾ കണ്ടുപിടിക്കണ്ടേ. നമുക്ക് ആക്സിലറേഷൻ അതുപോലെ തന്നെ ആക്സിലറേഷൻ ഇനിഷ്യൽ വെലോസിറ്റി പാർട്ടിക്കിൾ കണ്ടുപിടിക്കണം. x is equal to c naught into t square minus 2 c into t minus 2 all square വരും. വെലോസിറ്റി v is equal to dx by dt c naught into, okay, c naught into 2t plus c into so c into 2 into t minus 2 into 1 വരും. ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ c naught into 2t, so c naught into 2t plus 2c into c minus 2. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ നോക്കുക, ഇതിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ c naught 2c naught t 2ct 3 ആണ്. അപ്പോൾ നോക്കുക, അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി v is equal to 2c naught t plus 2ct minus 4c വരും. അപ്പോൾ വെലോസിറ്റി t is equal to 0 എടുക്കുമ്പോൾ വെലോസിറ്റി t is equal to 0, 0 plus 0 minus 4c വരും. അപ്പോൾ വെലോസിറ്റി t is equal to 0, that is equal to, so negative 4c ആണ്. അത് നെഗറ്റീവ് 4c വരും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനിഷ്യൽ വെലോസിറ്റി പാർട്ടിക്കിൾ ഈസ് 4c എന്ന് പറഞ്ഞിരിക്കുന്നത്. 4c അല്ല, നെഗറ്റീവ് 4c ആണ്. ഇത് നോക്കുക, വെലോസിറ്റി v is equal to 2c naught t plus 2ct minus 4c വരും. അതിൻ്റെ ആക്സിലറേഷൻ a is equal to, so dv by dt, so dv by dt എന്ന് പറയുമ്പോൾ 2c naught plus 2c വരും. that is equal to 2 into c naught plus c വരും. that is equal to, so acceleration a is equal to so 2 into c naught plus c വരും. 2 into c naught plus c വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ദ ആക്സിലറേഷൻ പാർട്ടിക്കിൾ is equal to 2 into c naught plus c, 2 into c naught plus c വരും. ഓപ്ഷൻ 4. So question number 39, answer option 4. So question number 39, answer option 4. Next question number 40. An electric bulb rated as 100 watts 220 volt is connected to an AC source of RMS voltage 220 volt. The peak value current through the bulb. So peak value current through the bulb is equal to, okay, so here it's a rating, right? It's a rating, the RMS voltage. Okay, so
So here, okay, so we can write. So maybe we could write, so power is equal to the rated current into, okay, power is equal to, so we can write power is equal to, so IRMS into VRMS into, so VRMS. So this one, okay, IRMS we can write, IRMS is equal to, okay, so 100 by 100 watts by, IRMS is equal to 100 watts by 220. So 10 by, okay, 10 by 22. So 10 by 22, then I peak is equal to, the I peak value or I max is equal to, so root 2 times IRMS. So root 2 times 10 by 22. Okay, that is equal to 0.64. Okay, that is equal to 0.64 ampere. Okay, that's the answer. So the general equation. So power P is equal to the power P. So when we take power P, we can write VRMS into IRMS. So when you do the IRMS is equal to the rated power. So P rated by the rated voltage, that is equal to 100 by 220, right? 100 by 220. So this is IRMS. This is IRMS value. By peak എന്ന് പറയുമ്പോൾ I peak is equal to I peak എന്ന് പറയുമ്പോൾ root 2 times IRMS ആണ്. root 2 times IRMS. അപ്പോൾ അതിൻ്റെ വാല്യൂ 0.64 ആംപിയർ വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 0.64 ആംപിയർ, ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 40, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 41. അപ്പോൾ ഇതൊരു മാച്ച് ലിസ്റ്റ് ആണ്. അപ്പോൾ നോക്കാം, ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. ഓക്കെ, ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ KT. സോ KT is equal to, അത് എനർജിയുടെ വാല്യൂയാണ്. KT is equal to എനർജിയാണ് വരുന്നത്. KT is equal to എനർജി. അപ്പോൾ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് K is equal to, so എനർജി ബൈ ടൈം വരും. സോ എനർജി ബൈ ടെമ്പറേച്ചർ. എനർജി ബൈ ടെമ്പറേച്ചർ ആണ്, സോറി മാറിപ്പോയി. എനർജി ബൈ ടെമ്പറേച്ചർ. So ml square T power -2 K power -1. So A matches with 3 വരും. A matches with 3. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാം ഓക്കെ. സോ അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ 2 എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ 2 നേരെ കളയാം. ഓക്കെ അല്ലേ? അപ്പോൾ 1, 3, 4 ഏതെങ്കിലും ആയിരിക്കും. ഇനി അടുത്ത് നോക്കാം, കോഷണൽ വിസ്കോസിറ്റി ഈറ്റ എന്ന് പറയുമ്പോൾ കോഷണൽ വിസ്കോസിറ്റി നമുക്കറിയാം. കോഷണൽ വിസ്കോസിറ്റി നമുക്ക് അറിയാമെങ്കിൽ അത് ml പവർ -1 T പവർ -1 ആണ് കോഷണൽ വിസ്കോസിറ്റി. ഓക്കെ, കാരണം F ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഈറ്റ ഇൻറ്റു ഏരിയ ഇൻറ്റു സോ dV ബൈ dx ആണ്. അപ്പോൾ ഈറ്റ എന്ന് പറയുമ്പോൾ സോ F ഇൻറ്റു dx ബൈ ഏരിയ ഇൻറ്റു dx dV വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഈറ്റയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ സോ F ഈസ് ഈക്വൽ ടു ml T പവർ -2, ഇത് L വരും, ഇത് L സ്ക്വയർ വരും, ആൻഡ് ഇത് L T പവർ -1 വരും. ഓക്കെ, ഇവിടെ L സ്ക്വയർ ക്യാൻസൽ ചെയ്യുമ്പോൾ L പവർ -1 T പവർ -1 വരും. അപ്പോൾ കോഷണൽ വിസ്കോസിറ്റി ml പവർ -1 T പവർ -1 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 വരും. അപ്പോൾ A മാച്ചസ് വിത്ത് 3, B മാച്ചസ് വിത്ത് 4. അപ്പോൾ 3യും കൂടെ എലിമിനേറ്റ് ചെയ്യാം. ഇനി നമുക്ക് സി പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ H mu is equal to, so H mu is equal to എനർജിയാണ്. H mu is equal to എനർജി വരും. H mu is equal to എനർജി. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 1/T ആണ്. സോ 1/T വരും. 1/T എനർജി ml സ്ക്വയർ T പവർ -2 വരും. അപ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് H is equal to ml സ്ക്വയർ T പവർ -1. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് H is equal to so ml square T power -1. ml square T power -1. ഓക്കെ, 1 വരും. അപ്പോൾ സി മാച്ചസ് വിത്ത് 1 എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ പിന്നെ ഇതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഓപ്ഷൻ 1 ആണ്. ഇനി ഡി നോക്കാം. തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി അപ്പോൾ Q/T. സോ Q/T ഈസ് ഈക്വൽ ടു തെർമൽ കണ്ടക്ടിവിറ്റി K ഇൻറ്റു ഏരിയ ഇൻറ്റു സോ dt. സോ ഡെൽറ്റ T ബൈ ഡെൽറ്റ എക്സ് ആണ്. ഡെൽറ്റ T ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ സോ തെർമൽ കണ്ടക്ടിവിറ്റി K ഈസ് ഈക്വൽ ടു Q/T എന്ന് പറയുമ്പോൾ പവറാണ്. ml സ്ക്വയർ T പവർ -3. എൻ്റെ ഇവിടെ L വരും. ഇവിടെ ഏരിയ L സ്ക്വയർ K വരും. ഇവിടെ ml സോ ml T പവർ -3 K പവർ -1 വരും. ml T പവർ -3 K പവർ -1. ml T പവർ -3 K പവർ -1. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ 2 വരും. അപ്പോൾ അത് ഡി മാച്ചസ് 2. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 41 ആൻസർ ഓപ്ഷൻ 1 വരും.
Next question number 42. The pressure of an ideal gas contained in a closed vessel is increased by 0.4% when heated by a 1 degree Celsius. The initial temperature must be. ഇവിടെ നമുക്ക് ഇവിടെ വി കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ വി ക്ലോസ് വെസൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ക്ലോസ് വെസലാകുമ്പോൾ വി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. സോ പി ബൈ ടി, പി പ്രൊപ്പോർഷണൽ ടു ടി ആണ്. പി പ്രൊപ്പോർഷണൽ ടു ടി. അപ്പോൾ പി പ്രൊപ്പോർഷണൽ ടു ടി എന്ന് പറയുമ്പോൾ സോ പി ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു ടി എന്ന് വരും. പി ഈസ് ഈക്വൽ ടു സം കെ ഇൻറ്റു ടി. അപ്പോൾ നമ്മളിങ്ങനെ എഴുതാം. അപ്പോൾ ഡെൽറ്റ പി ബൈ പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ ടി ആണ്. ഇപ്പോൾ ഡെൽറ്റ പി ബൈ പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ ടി. ഇപ്പോൾ ഇവിടെ നോക്കി ഇവിടെ ഡെൽറ്റ ടി. സോ ഇവിടെ ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ ഹീറ്റഡ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പോൾ ഡെൽറ്റ ടി, സോ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു സോ T2 മൈനസ് T1, T2 മൈനസ് T1 എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സോ 1 ഡിഗ്രി സെൽഷ്യസ്. അത് 1 കെൽവിൻ തന്നെയാണ്. കാരണം 1 ഡിഗ്രി ചേഞ്ച് ഒക്കെ 1 ഡിഗ്രി ചേഞ്ച് ഇൻ കെൽവിനും 1 ഡിഗ്രി ചേഞ്ച് ഇൻ സെൽഷ്യസ് സെയിം തന്നെയാണ്. ഇവിടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആകുമ്പോൾ ടി ഷുഡ് ബി ഇൻ കെൽവിനാണ്. ടിയുടെ വാല്യൂ ഇൻ കെൽവിനാണ്. ടി ഷുഡ് ബി ഇൻ കെൽവിൻ ആയിരിക്കണം. ടി ഷുഡ് ബി ഇൻ കെൽവിൻ. ഇവിടെ നോക്കുക, ഇവിടെ ഡെൽറ്റ പി ബൈ പി എന്ന് പറയുമ്പോൾ ഇവിടെ ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു അത് 0.4 ആണ്. അപ്പോൾ ഡെൽറ്റ പി ബൈ പി ഈസ് ഈക്വൽ ടു 0.4 ബൈ 100 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 ബൈ 100 ഈസ് ഈക്വൽ ടു 0.4 ബൈ 100 ഈസ് ഈക്വൽ ടു സോ ഡെൽറ്റ ടി 1 ബൈ ടി വരും. 1 ബൈ ടി. സോ 1 ബൈ ടി വരും. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 100 ബൈ 0.4. ടി ഈസ് ഈക്വൽ ടു 100 ബൈ 0.4. 100 ഇൻറ്റു 10 ബൈ 4 വരും. അപ്പോൾ ഇവിടെ നോക്കുക, സോറി ഇവിടെ 100 ഇൻറ്റു 10 ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 ഇൻറ്റു 100 വരും. 2.5 ഇൻറ്റു 100 250 കെൽവിൻ. അപ്പോൾ അതിൻ്റെ ആൻസർ 250 കെൽവിൻ. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ടി ഈസ് ഈക്വൽ ടു 250 കെൽവിൻ, ഓപ്ഷൻ 3. അപ്പോൾ ഇതിങ്ങനെ ആ മെത്തേഡ് ചെയ്താൽ മതി. എറർ മെത്തേഡ് പോലെ വി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പി പ്രൊപ്പോർഷണൽ ടു ടി നമ്മുടെ അത് ഏത് ലോ ആയിരുന്നു? വി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഗേ-ലുസാക്സ് ലോ അല്ലേ? ഓക്കെ, പി പ്രൊപ്പോർഷണൽ ടു ടി. അപ്പോൾ പി ഈസ് ഈക്വൽ ടു കെ ടി. അപ്പോൾ ഡെൽറ്റ പി ബൈ പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ ടി എന്ന് എഴുതുക. ഇപ്പോൾ ഡെൽറ്റ പി ബൈ പി ഈസ് ഈക്വൽ ടു 0.4 ബൈ 100. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ടി ഈസ് ഈക്വൽ ടു 250 കെൽവിൻ വരും. Next, question number 43. A motor operating on 100 volt draws a current of 1 ampere. If the efficiency motor is equal to 91.6%, then the loss of power in units of calorie per second കണ്ടുപിടിക്കണം. അപ്പോൾ P input, okay, P input is equal to 100 into 1 ആണ്. 100 into 1. Efficiency is equal to, so P output, so P output by P input into 100 ആണ്. ഇവിടെ നോക്കുക, efficiency 91.6 പറഞ്ഞിട്ടുണ്ട്. എഫിഷ്യൻസിയുടെ പെർസെൻറ്റേജിലാവുമ്പോൾ ഓക്കെ, എഫിഷ്യൻസി പെർസെൻറ്റേജിൽ എടുക്കുമ്പോൾ ഓക്കെ. അപ്പോൾ 91.6 ഈസ് ഈക്വൽ ടു പി ഔട്ട്പുട്ട്, പി ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 100, പി ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 100 വരും. അപ്പോൾ പി ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 91.6. പി ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 91.6 വാട്ട്സ് വരും. 91.6 വാട്ട്. അപ്പോൾ നമുക്ക് ലോസ് ഓഫ് പവർ ആണ്. ലോസ് ഓഫ് പവർ ഈസ് ഈക്വൽ ടു പവർ ലോസ് ഈസ് ഈക്വൽ ടു പി ഇൻപുട്ട് മൈനസ് പി ഔട്ട്പുട്ട്. So that is equal to 100 minus 91.6. That is equal to 8.4. Okay, that is equal to 8.4 watts. Okay, that is equal to 8.4 watts. Okay, that is a power output. So power loss. Okay, power loss, that is equal to 8.4 watts. Okay, that is equal to 8.4 watts. അപ്പോൾ നമുക്കത് കാലറിയിലാണ്. പെർ കാലറി പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8.4 ഡിവൈഡ് ബൈ 4.2 കാലറി പെർ സെക്കൻഡ് ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കാലറി പെർ സെക്കൻഡ് വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 2 കാലറി പെർ സെക്കൻഡ്. അപ്പോൾ പവർ ലോസ് ഈക്വൽ ടു 2 കാലറി പെർ സെക്കൻഡ് വരും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 43 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. A block of mass 1 kilogram moving along x with a speed of 10 meter per second enters a rough region ranging from x is equal to 0.1 to x is equal to 1.9 meter. The retardative force acting on the block in this range is equal to kx with k is equal to 10 Newton per meter. The final speed of the block as it crosses the region. ഇവിടെ നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു റീജിയൻ ഉണ്ട്. അപ്പോൾ ഈ റീജിയണിൽ ഇവിടെ റഫ് റീജിയൻ ആണ്.
ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 0.1 തൊട്ട് എക്സ് ഈസ് ഈക്വൽ ടു 0.1 തൊട്ട് എക്സ് ഈസ് ഈക്വൽ ടു 1.9 വരെയാണ്. ഇവിടെ ഒരു ബ്ലോക്ക് ഇങ്ങനെ വരുവാണ്. ഇവിടെ ഒരു ബ്ലോക്ക് ഇങ്ങനെ വരുമ്പോൾ പിന്നെ വി ഇനിഷ്യലി ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ ബ്ലോക്ക് ഇതിക്കടെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങോട്ടേക്ക് റീട്ടാർഡിംഗ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ റീട്ടാർഡിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് കെ എക്സ് ആണ്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എഫ് ഈസ് ഈക്വൽ ടു ഇവിടെ നെഗറ്റീവ് കെ എക്സ് വരും. ഇത് കുറച്ച് വലുതാക്കി ഇത് കുറച്ച് ലെങ്ത്തിലെടുക്കാം. അപ്പോൾ നോക്കുക ഇതിങ്ങനെ റീട്ടാർഡ്. സോ ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 1.9. ഇവിടെ നോക്കുക ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫോഴ്സ് എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫോഴ്സ് എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു സോ നെഗറ്റീവ് കെ എക്സ് ആണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ ഫൈനൽ സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടുത്തെ വി ഫൈനൽ കണ്ടുപിടിക്കണം. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ നമ്മുടെ കോൺസെപ്റ്റ് ഒക്കെ ഇതിൻ്റെ മാസ് 1 കിലോഗ്രാം. ഇവിടെ 1 കിലോഗ്രാം വരും. അപ്പോൾ നോക്കുക ഇവിടെ ഫൈനൽ സ്പീഡ് ഒക്കെ ഇവിടെ നോക്കാം. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഡെൽറ്റ കെ ആണ്. നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഡെൽറ്റ കെ ദാറ്റ് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ വരും. കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇപ്പോൾ ഇവിടുത്തെ നെറ്റ് വർക്ക് ഡൺ ഇവിടെ വേറെ ഫോഴ്സ് ഒന്നുമില്ല, ഗ്രാവിറ്റി ഒന്നുമില്ല. ഇവിടെ ഫ്രിക്ഷൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, ആകെ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ, റീട്ടാർഡിംഗ് ഫോഴ്സ് ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ ബൈ റീട്ടാർഡിംഗ് ഫോഴ്സ് ഓക്കെ വർക്ക് ഡൺ ബൈ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു സോ കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യലാണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഫോഴ്സ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ഫോഴ്സ് പറയുമ്പോൾ സോ വർക്ക് ഡൺ ബൈ ഫോഴ്സ് ഇൻ്റഗ്രൽ എഫ് ഡി എക്സ് ആണ്. കാരണം ഈ ഫോഴ്സ് ഒരു നോക്കുക ഈ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ഇതൊരു നെഗറ്റീവ് കെ എക്സ് ആണ്. കാരണം ഇതൊരു കോൺസ്റ്റൻറ്റ് ഫോഴ്സിൽ ഇതൊരു വേരിയബിൾ ഫോഴ്സ്. അപ്പോൾ വേരിയബിൾ ഫോഴ്സ് ആകുമ്പോൾ വർക്ക് ഡൺ ബൈ ഫോഴ്സ് കണ്ടുപിടിക്കാൻ അപ്പോൾ അത് ഇൻ്റഗ്രൽ എഫ് ഡി എക്സ് ആണ്. ഇൻ്റഗ്രൽ എഫ് ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സോ നെഗറ്റീവ് കെ എക്സ് ഡി എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ വേരി ഫ്രം 1 to 1.9. എക്സിൻ്റെ വാല്യൂ വേരി ഫ്രം 0.1 ആണ്. 0.1 ആണ്. സോ 1 അല്ല 0.1 to 1.9 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് നെഗറ്റീവ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 0.1 to 1.9 വരും. അപ്പോൾ നെഗറ്റീവ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 0.1 to 1.9 വരും. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ ബൈ ഫോഴ്സ് എടുക്കുമ്പോൾ നോക്കുക വർക്ക് ഡൺ ബൈ ഫോഴ്സ്. ഇപ്പോൾ കെയുടെ വാല്യൂ എത്രയാണ്? കെയുടെ വാല്യൂ 10. അപ്പോൾ നെഗറ്റീവ് 10 ബൈ 2 പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ എടുക്കാം. എക്സ് സ്ക്വയർ 0.1 to 1.9 നെഗറ്റീവ് 5 ഇൻറ്റു സോ 1.9 സ്ക്വയർ മൈനസ് 0.1 സ്ക്വയർ വരും. ഇതാണ് ഇപ്പോൾ വർക്ക് ഡൺ ബൈ ഫോഴ്സ്. ഓക്കെ വർക്ക് ഡൺ ബൈ ഫോഴ്സ് ഈസ് ഈക്വൽ ടു അപ്പോൾ വർക്ക് ഡൺ ബൈ ഫോഴ്സിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ സോ നെഗറ്റീവ് 5 ഇൻറ്റു 3.61 ഓക്കെ 3.61 മൈനസ് 0.01 വരും. നെഗറ്റീവ് 5 ഇൻറ്റു സോ 3.60 ഇവിടെ നെഗറ്റീവ് 18 വരും. ദിസ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 18 ജൂൾ. ഓക്കെ അപ്പോൾ വർക്ക് ഡൺ ബൈ ഫോഴ്സ് നെഗറ്റീവ് 18 ജൂൾ ആണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഫോഴ്സ് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ വരും. അപ്പോൾ നോക്കുക കൈനറ്റിക് എനർജി ഫൈനൽ. ഓക്കെ ഇവിടുത്തെ മാസ് എത്രയാണ്? മാസ് 1 കിലോഗ്രാം. വെലോസിറ്റി ഇനീഷ്യൽ 10 ആണ്. വെലോസിറ്റി ഇനീഷ്യൽ 10 മീറ്റർ പെർ സെക്കൻഡ്. മാസ് 1 കിലോഗ്രാം. അപ്പോൾ നെഗറ്റീവ് 18 ഈസ് ഈക്വൽ ടു സോ 1/2 ഇൻറ്റു സോ 1 ഇൻറ്റു വി ഫൈനൽ സ്ക്വയർ മൈനസ് 1/2 ഇൻറ്റു 1 ഇൻറ്റു 10 സ്ക്വയർ വരും. അപ്പോൾ വി എഫ് സ്ക്വയർ ഓക്കെ വി ഫൈനൽ സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു സോ ഇവിടെ 50 ഇവിടെ 50 വരും. ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 100/2 50 മൈനസ് 18 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 32. അപ്പോൾ വി ഫൈനൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു 64 വരും. സോ വി ഫൈനൽ ഈസ് ഈക്വൽ ടു 8 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വി ഫൈനൽ ഈസ് ഈക്വൽ ടു 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വി ഫൈനൽ ഈസ് ഈക്വൽ ടു 8 മീറ്റർ പെർ സെക്കൻഡ്. അതിൻ്റെ ആൻസർ 8 മീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷൻ 44. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 45. If oxygen ion and hydrogen ion enters a normal magnetic field with the equal momenta, the path of O2 minus ion has a smaller curvature than that of H plus. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ R is equal to റേഡിയസ് ഓഫ് കർവേച്ചർ is equal to mv/qb ആണ്. mv/qb. സോ mv is equal to p ആണ്. That is equal to p/qb.
അപ്പോൾ പി ഓഫ് ഓക്സിജനും പി ഓഫ് എച്ച് പ്ലസും പി ഓഫ് O2 മൈനസും ദാറ്റ് ഈസ് ഇക്വൽ ടു സെയിം ആണ് പി എന്ന് എടുക്കാം. അപ്പോൾ ആർ ഓഫ് എച്ച് പ്ലസ് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് പി ബൈ ക്യൂ ഇൻറ്റു ബി, അതായത് പി ഡിവൈഡ് ബൈ ഇ ബി വരും. പി ഡിവൈഡ് ബൈ ഇ ബി. ആൻഡ് ആർ ഓഫ് ഓക്സിജൻ മൈനസ് എടുക്കുമ്പോൾ ആർ ഓഫ് O മൈനസ് 2 പി ഡിവൈഡ് ബൈ 2EB വരും. പി ഡിവൈഡ് ബൈ 2EB വരും. അപ്പോൾ മറ്റേന്ന് പറയുമ്പോൾ ആർ ഓഫ് എച്ച് പ്ലസിൻ്റെ സോ ആർ ഓഫ് എച്ച് പ്ലസിൻ്റെ ഹാഫാണ്. ആർ ഓഫ് എച്ച് പ്ലസിൻ്റെ ഹാഫാണ്. റേഡിയസ് O2 മൈനസ് പറയുമ്പോൾ റേഡിയസ് O2 മൈനസ് പി ബൈ 2EB വരും. അപ്പോൾ ഓക്സിജൻ്റെ റേഡിയസ് വിൽ ബി ഹൈഡ്രജൻ്റെ ഹാഫേ വരുന്നുള്ളൂ. അപ്പോൾ റേഡിയസ് കുറവാണ്, പക്ഷേ കർവേച്ചർ എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റേഡിയസ് അല്ല. അപ്പോൾ റേഡിയസ് കുറവാണെങ്കിൽ കർവേച്ചർ കൂടുതലല്ലേ. ഇപ്പോൾ ഒരു അസേഷൻ ട്രൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു റേഡിയസ് എടുത്തിരിക്കുന്നത്, കാരണം ഇവിടെ കർവേച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കർവേച്ചർ എന്നാണെങ്കിലും ഒരു റേഡിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത് അല്ലേ. പിന്നെ പറഞ്ഞിരിക്കുന്നത് എ പ്രോട്ടോൺ വിത്ത് ദ സെയിം ലീനിയർ മൊമെൻറ്റം ആസ് ആൻ ഇലക്ട്രോൺ വിൽ ഫോം എ പാത്ത് ഓഫ് സ്മോളർ റേഡിയസ് ഓഫ് കർവേച്ചർ ഓൺ എൻറ്ററിങ് എ യൂണിഫോം ആൻറ്റിഫിൽ പെർപെൻഡിക്കുലർലി. അപ്പോൾ നോക്കാം, ഇത് ആ കേസിൽ ഒരു പ്രോട്ടോണും ഇലക്ട്രോണും ആകുമ്പോൾ, ഇപ്പോൾ പ്രോട്ടോൺ ഇലക്ട്രോൺ ആകുമ്പോൾ ആർ ഇ പ്ലസ് വിത്ത് ദ സെയിം മൊമെൻ്റ് ആണ്. അപ്പോൾ അതായത് പി ഓഫ് ഇ പ്ലസും പി ഓഫ് ഇ പ്ലസും പി ഓഫ് ഇ മൈനസും വരുമ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ അത് പി രണ്ടിൻ്റെ പി ആണെങ്കിൽ ആർ ഓഫ് ഇ പ്ലസ് ഈസ് ഇക്വൽ പി ബൈ ഇ ബി വരും. ആൻഡ് ആർ ഓഫ് ഇ മൈനസ് ഈസ് ഇക്വൽ അതും പി ബൈ ഇ ബി വരും. ഇപ്പോൾ രണ്ടിനും ഒരേ റേഡിയസ് ആണ് വരുന്നത്. എ പ്രോട്ടോൺ വിത്ത് ദ സെയിം ലീനിയർ മൊമെൻറ്റം ആസ് ആൻ ഇലക്ട്രോൺ വിൽ ഫോം എ പാത്ത് ഓഫ് സ്മോളർ റേഡിയസ് ഓഫ് കർവേച്ചർ ഓൺ എൻറ്ററിങ് എ യൂണിഫോം ആൻറ്റിഫിൽ പെർപെൻഡിക്കുലർലി. അത് റോങ് ആണ്, കാരണം രണ്ടിനും ഒരേ മൊമെൻറ്റം, സോ രണ്ടിനും ഒരേ ചാർജ് ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് സെയിം തന്നെ. അപ്പോൾ രണ്ടിൻ്റെയും റേഡിയസ് സെയിം തന്നെയായിരിക്കും. മറ്റോടത്ത് ഈ അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ റേഡിയസ് ഓഫ് O2 മൈനസ് ഈസ് ലെസ് ദാൻ റേഡിയസ് ഓഫ് എച്ച് പ്ലസ് ആണ്. റേഡിയസ് കുറവാണ്. റേഡിയസ് ഓഫ് ഓക്സിജൻ 2 മൈനസ് ഈസ് ലെസ് ദാൻ ഹൈഡ്രജനേക്കാളും കുറവാണ്. പക്ഷേ ഇവിടെ ഇവർ കർവേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പക്ഷെ നമ്മൾ പൊതുവെ കർവേച്ചർ എന്നൊക്കെ പറയുമ്പോൾ ഈ കർവേച്ചർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആണ്. കാരണം റേഡിയസ് വേറെ, കർവേച്ചർ വേറെ. അപ്പോൾ റേഡിയസ് കർവേച്ചർ എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആണ്. റേഡിയസ് കർവേച്ചർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. പക്ഷേ ഇവിടെ അവർ കർവേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർവേച്ചർ ഈസ് എന്ന് പറയുമ്പോൾ കർവേച്ചർ അതുപോലെ തന്നെ കർവേച്ചർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആണ്. അല്ല, കർവേച്ചറും കർവേച്ചർ രണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റേഡിയസ് ആണ്. അപ്പോൾ ഇവിടെ റേഡിയസ് ഈ ഓക്സിജൻ്റെ റേഡിയസ് കുറവാണ്, പക്ഷേ കർവേച്ചർ കൂടുതലാണ് വേണ്ടേ. പക്ഷേ കർവേച്ചർ എനിക്ക് നമ്മൾ പഠിക്കണമെന്നില്ല, അങ്ങനെ കർവേച്ചറിന് ഫിസിക്സിലൊന്നും പഠിക്കുന്നില്ല. ഇവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ റേഡിയസ് തന്നെയാണ് എനിക്കുന്നത്. ഇവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു റേഡിയസ് ആണ്. അപ്പോൾ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്ന റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് ഓഫ് അപ്പോൾ നമ്മളിവിടെ എടുക്കുമ്പോൾ റേഡിയസ് ഓഫ് O2 മൈനസ് റേഡിയസ് ഓഫ് O2 മൈനസ് ലെസ് ദാൻ റേഡിയസ് ഓഫ് ഹൈഡ്രജൻ ആണ്. അപ്പോൾ റേഡിയസ് ഓഫ് ഓക്സിജൻ അയണിൻ്റെ റേഡിയസ് ഹൈഡ്രജനേക്കാളും കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സോ എ ട്രൂവും ആർ ഫോൾസും ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 45, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 46. ഇനിയിപ്പോൾ ഇതാണ് ന്യൂമറിക്കൽ ഇൻറ്റിജർ ടൈപ്പാണ്. Light from a point source in air falls on a spherical glass surface. Refractive index mu is equal to 1.5 and radius of curvature curvature 50 cm. The image is formed at a distance 200 cm from the glass surface inside the glass ആണ്. അപ്പോൾ magnitude of the distance of the light source from the glass surface കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊരു കോൺവെക്സ് ആണ്. കോൺവെക്സ് ആയതുകൊണ്ടാണ് ഇൻസൈഡിൽ തന്നെ കിട്ടിയത്. അപ്പോൾ നോക്കുക, അപ്പോൾ ഇതിങ്ങനെ ഒരു സർഫസ് ആദ്യം വരയ്ക്കുക. ഇവിടെ നോക്കുക, അപ്പോൾ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu ഈസ് ഈക്വൽ ടു 1.5. പിന്നെ റേഡിയസ് ഒക്കെ വെച്ചാൽ R ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ R ഈസ് ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ വരും. ആൻഡ് ദ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ്. ഇവിടെ വിയുടെ വാല്യൂ, ഇപ്പോൾ ഇവിടെ ഇമേജ് ഇവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ V ഈസ് ഈക്വൽ ടു 200 സെൻറ്റിമീറ്റർ. ആൻഡ് ഇത് mu2 ആയിട്ട് എടുക്കാം. അപ്പോൾ mu2 ഈസ് ഈക്വൽ ടു 1.5 and mu1 is equal to 1 ആണ്. mu1 is equal to 1. ഇവിടെ നമുക്ക് ഇത് u ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കുക, സോ mu2 by v minus mu1 by u is equal to, so mu2 minus mu1 by r വരും. So mu2 is equal to mu2ൻ്റെ വാല്യൂ 1.5 by, അപ്പോൾ v is equal to 200. കാരണം 200 കാരണം ഇൻസൈഡ് ഈ ഡയറക്ഷൻ വരാം. അപ്പോൾ ഇൻസിഡൻറ്റ് റേ, ഇതാണ് ഇൻസിഡൻറ്റ് റേ.
incident ray. So 1.5 by 200 minus, okay, so u mu1 1 വരും u is equal to 1.5 minus 1 divided by radius of curvature എത്രയാണ് 50 വരും. So 1.5 by 200 minus 1 by u is equal to, so 0.5 by 50 വരും. ഇവിടെ 1 by 2 into 50, so ഇവിടെ 100 വരുന്നത്, സോറി ഞാൻ ചെയ്തപ്പോൾ 1.5 by 200 minus 1 by u is equal to 1 by 100 വരും. നിങ്ങളുടെ സെയിം ആൻസർ തന്നെ വരുന്നതാണ്, പക്ഷേ എന്തോ സൈനാണ് മാറുന്നത് അത് തോന്നി, കാരണം ഇത് ഇങ്ങനെ തിരിച്ച് സൈൻ നെഗറ്റീവ് തന്നെ വരണമായിരുന്നു. ഇവിടെ നോക്കുക, ഇവിടെ 3/2 ഇൻറ്റു, സോ 3/2 ഇൻറ്റു 200 3/2 ഇൻറ്റു 200 മൈനസ് 1 by u is equal to 1 by 100 വരും. അപ്പോൾ 1 by u is equal to 3/400 മൈനസ് 1 by 100 വരും. അപ്പോൾ 1 by u is equal to, സോ 400 കോമൺ അല്ലേ, അപ്പോൾ 400 കോമൺ ആണ്. അപ്പോൾ 3 - 4 വരും, അപ്പോൾ നെഗറ്റീവ് 1/400. ശരിയാണ്, ഇവിടെ നെഗറ്റീവ് വരും, അതുകൊണ്ടാണ്, കാരണം പോസിറ്റീവ് അല്ല. അപ്പോൾ ആദ്യം എടുത്തപ്പോൾ എനിക്കൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് പറ്റിയതോ, ഓക്കെ സോറി. അപ്പോൾ ഇവിടെ u is equal to 400 ബൈ നെഗറ്റീവ് 400 സെൻറ്റിമീറ്റർ വരും, നെഗറ്റീവ് 400 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ മീനിങ്, ഇപ്പോൾ നെഗറ്റീവ് 400 എന്ന് പറയുമ്പോൾ നോക്കുക, അപ്പോൾ അത് ഈ ഒബ്ജക്റ്റ് വെക്കേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 400 മീറ്റർ മാറി, അതായത് ഇവിടെ 400 മീറ്റർ മാറി, 400 സെൻറ്റിമീറ്റർ മാറി. അപ്പോൾ നമുക്ക് ഇമേജ് നമുക്കിവിടെ 200 കിട്ടും. അപ്പോൾ magnitude of u is equal to 400 സെൻറ്റിമീറ്റർ, that is equal to 4 മീറ്റർ വരും. അപ്പോൾ magnitude of u that is equal to 400 സെൻറ്റിമീറ്റർ 4 മീറ്റർ വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 4 മീറ്റർ, ഓക്കെ, അതിൻ്റെ ആൻസർ 4 മീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 4 മീറ്റർ വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 47. The excess pressure inside a soap bubble A in air is half the excess pressure inside another soap bubble B in air. If the volume of bubble A is n times the volume of bubble B, then the value of n. ഇവിടെ നോക്കുക, excess pressure inside a soap bubble A, അപ്പോൾ ഡെൽറ്റ പി എ ഈസ് ഈക്വൽ ടു ഹാഫ് ദ എക്സസ് പ്രഷർ, അപ്പോൾ ഹാഫ് 1/2 ഓഫ് ഡെൽറ്റ പി ബി ആണ്. അപ്പോൾ ഡെൽറ്റ പി ബി, അപ്പോൾ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 4T/R ആണ്, 4T/R. അപ്പോൾ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു, സോ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 4T/RA, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 4T/RB വരും. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ സോ RA ഈസ് ഈക്വൽ ടു, നമ്മളിവിടെ ചെയ്യുമ്പോൾ RA ഈസ് ഈക്വൽ ടു 2RB എന്ന് വരും. സോ RA ഈസ് ഈക്വൽ ടു 2RB, അപ്പോൾ RA ഈസ് ഈക്വൽ ടു 2RB വരും. സോ RA ഈസ് ഈക്വൽ ടു ഈ സോൾവ് RA ഈസ് ഈക്വൽ ടു 2RB വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സോ if the volume of bubble A is n times the volume of bubble B, so volume of bubble A is n times the volume of bubble B. So volume of A is equal to 4/3 pi into RA, okay, RA cube, that is equal to 4/3 pi into 2 times RB cube, that is equal to 4/3 pi into RB cube into 8 വരും. And VB is equal to 4/3 pi RB cube. So VB is equal to, ഇവിടെ നോക്കുക, അപ്പോൾ ഇത് VB ആണ്, അപ്പോൾ VA is equal to, അപ്പോൾ VB is equal to 4/3 pi RB cube. അപ്പോൾ VA is equal to, so VB into 8 വരും. അപ്പോൾ VA is equal to n times VB, അപ്പോൾ n is equal to 8 വരും. അപ്പോൾ n-ൻ്റെ വാല്യൂ 8 ടൈംസ് വരും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് n is equal to 8 ആണ്. So question number 47, അതിൻ്റെ ആൻസർ 8 ആണ്. Next question number 23. Two cells of EMF 1 volt and 2 volt and internal resistance 1 ohm and 2 ohm respectively are connected in series with an external resistance of 6 ohm. The total current in the circuit is I1. Now the same two cells are in parallel configuration, are connected to the same external resistance. In this case, the total current drawn is I2. Find the value of I1 by I2 is x/3. The value of x. അപ്പോൾ ആദ്യം ഇത് രണ്ടും കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. സോ 1 ohm, സോറി ഇവിടെ 1 volt 2 ohm. സോ 1 volt 2 ohm, മറ്റേത് 2 volt 1 ohm. സോ 2 volt 1 ohm, ഇവിടെ 6 ohm വരും. അപ്പോൾ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് I1 എന്ന് പറയുമ്പോൾ കറണ്ട് I1 ഈസ് ഈക്വൽ ടു, സോ കറണ്ട് I1 ഈസ് ഈക്വൽ ടു 1 + 2 ഡിവൈഡഡ് ബൈ 1 + 2 ഡിവൈഡ് ബൈ 1 + 2 + 6 വരും, 1 + 2 + 6 വരും,
3/9 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ആംപിയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ആംപിയർ. അപ്പോൾ I1 ഈസ് ഈക്വൽ ടു 1/3 ആംപിയർ ആണ്. ഇനി I2 കണ്ടുപിടിക്കണം. I2 എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ പാരലായിട്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ഈക്വലൻ്റ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഈക്വലൻ്റ് കണ്ടുപിടിക്കണം. ഈ സെല്ലിൻ്റെ ആദ്യം നമുക്ക് ഈക്വലൻ്റ് അതുപോലെ R equivalent കണ്ടുപിടിക്കാം. അപ്പോൾ R equivalent ഈസ് ഈക്വൽ ടു ഇതിൻ്റെ R equivalent കണ്ടുപിടിക്കുമ്പോൾ R equivalent 2ഉം 1ഉം പാരലായിട്ട് വരുമ്പോൾ സോ 2 × 1/2 + 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 ഓം വരും. ആൻഡ് ഈക്വലൻ്റ് ബൈ R equivalent ഈസ് ഈക്വൽ ടു ഈക്വലൻ്റ് ബൈ R equivalent എന്ന് പറയുമ്പോൾ സോ 1/2 സോ 1/2 E1/R1 പ്ലസ് E2/R2 വരും. സോ E1 1/2 പ്ലസ് 2/1 വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഈക്വലൻ്റ് ബൈ സോ ഈക്വലൻ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ ഈക്വലൻ്റ് ബൈ R equivalent ഈസ് ഈക്വൽ ടു അപ്പോൾ 2 + 1/2 5/2 വരും. അപ്പോൾ ഈക്വലൻ്റ് ഈസ് ഈക്വൽ ടു സോ 5/2 × R equivalent വരും. സോ 5/2 × R equivalent എന്ന് പറയുമ്പോൾ അത് 2/3 ആണ്. അത് 2/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3 വോൾട്ട് വരും. ഇവിടെ നോക്കുക, ഇവിടെ 5/3 വോൾട്ട്. അപ്പോൾ നോക്കുക, നമ്മൾ ഈ സർക്യൂട്ട് ഒന്ന് മാറ്റുമ്പോൾ ഈ രണ്ട് സെല്ലിനെ മാറ്റിയിട്ട് ഒരു സിംഗിൾ സെല്ല് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ 6 ഓം, ഇവിടെ 5/3 വോൾട്ട് 2/3 ഓം വരും. നോക്കുക, ഇപ്പോൾ ഇവിടുത്തെ കറണ്ട് I2 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ കറണ്ട് I2 എന്ന് പറയുമ്പോൾ കറണ്ട് I2 ഈസ് ഈക്വൽ ടു സോ V 5/3 ഡിവൈഡ് ബൈ 2/3 + 6. ഇവിടെ നോക്കുമ്പോൾ ഇത് 5/3 ഡിവൈഡ് ബൈ 18 + 20/3 വരും. 20/3 എന്ന് പറയുമ്പോൾ സോ 5/20 1/4. I2 ഈസ് ഈക്വൽ ടു 1/4 ആണ്. I2 ഈസ് ഈക്വൽ ടു 1/4. സോ I2ൻ്റെ വാല്യൂ I2 ഈസ് ഈക്വൽ ടു 1/4 വന്നു. I2 ഈസ് ഈക്വൽ ടു 1/4. I1 ഈസ് ഈക്വൽ ടു 1/3. അപ്പോൾ I1/I2 കണ്ടുപിടിക്കണം. I1 1/3, I2 ഈസ് ഈക്വൽ ടു 1/4. സോ I1/I2 എന്ന് പറയുമ്പോൾ 1/3/1/4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3. സോ I1/I2 ഈസ് ഈക്വൽ ടു 4/3 ദാറ്റ് ഈസ് ഈക്വൽ ടു x/3. അപ്പോൾ x ഈസ് ഈക്വൽ ടു 4 വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ x ഈസ് ഈക്വൽ ടു 4 ആണ്. എക്സിൻ്റെ വാല്യൂ 4 വരും. x ഈസ് ഈക്വൽ ടു 4 വാല്യൂ x ഈസ് ഈക്വൽ ടു 4. എക്സിൻ്റെ വാല്യൂ 4 ആണ്. എക്സിൻ്റെ വാല്യൂ 4 വരും. സോ ക്വസ്റ്റ്യൻ നമ്പർ 48 അതിൻ്റെ ആൻസർ 4 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 49. An electron in the hydrogen atom initially in the 4th excited state makes a transition to nth energy state by emitting a photon of energy 2.86 electron volt. The integer value of n will be. ഇപ്പോൾ 4th excited state എന്ന് പറയുമ്പോൾ n ഈസ് ഈക്വൽ ടു 5 ആണ്. 4th excited state അപ്പോൾ n ഈസ് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ എനർജി ലെവൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ E ഈസ് ഈക്വൽ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് എനർജി ലെവൽ ഓരോ എനർജി ലെവലിൻ്റെ എനർജി നമുക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ലെവലാണെങ്കിൽ നമുക്കറിയാം അത് -13.6 ആണ് E1. ഇനി E2 എടുക്കുകയാണെങ്കിൽ E2 -3.4 ഇലക്ട്രോൺ വോൾട്ട് വരും. ആൻഡ് E3 എടുക്കുമ്പോൾ E3 ഈസ് ഈക്വൽ ടു -1.5 ആണ്. -1.5 ഇലക്ട്രോൺ വോൾട്ട് വരും. ആൻഡ് E4 ഈസ് ഈക്വൽ ടു -0.85 വരും. E5 ഈസ് ഈക്വൽ ടു E5 എന്ന് പറയുമ്പോൾ -13.6/25 ആണ്. ഇവിടെ -0.544 വരും. ഇപ്പോൾ ഇവിടുന്ന് ഈ n ഈസ് ഈക്വൽ ടു 5 നിന്ന് ഇത് വേറെ ഏതൊരു എന്നിലോട്ട് ഒരു ട്രാൻസിഷൻ നടത്തുവാണ്. അപ്പോൾ നമുക്കറിയാം അപ്പോൾ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു E5 മൈനസ് EN ആണ്. അപ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2.86. ഇപ്പോൾ E5 എന്ന് പറയുമ്പോൾ -0.544 മൈനസ് EN വരും. അപ്പോൾ -EN ഈസ് ഈക്വൽ ടു 2.86 + 0.544 വരും. അപ്പോൾ EN ഈസ് ഈക്വൽ ടു EN ഈസ് ഈക്വൽ ടു 3.4 വരും. 3.4
നെഗറ്റീവ് ഇ എൻ ഈസ് ഇക്വൽ ടു 3.4. അപ്പോൾ ഇ എൻ ഈസ് ഇക്വൽ ടു സോ നെഗറ്റീവ് 3.4 വരും. അപ്പോൾ നെഗറ്റീവ് 3.4 എന്ന് പറയുമ്പോൾ നോക്കാം, നെഗറ്റീവ് 3.4 വരുമ്പോൾ അത് സെക്കൻഡ് ലെവലാണ്. അപ്പോൾ 3.4 എന്ന് പറയുമ്പോൾ എൻ ഈസ് ഇക്വൽ ടു സെക്കൻഡ് ലെവലാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, ഇതേ മെത്തേഡ് തന്നെ, അതായത് 2.86 ഈസ് ഈക്വൽ ടു സോ ഇ എൻ മൈനസ് E5 മൈനസ് ഇ എൻ എടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓക്കെ, സോ ഇത് നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ സോ E5 എന്ന് പറയുമ്പോൾ സോ 2.86 ഈസ് ഇക്വൽ ടു നെഗറ്റീവ് 13.6 ബൈ 25 മൈനസ് ഓഫ് 13.6 ബൈ n സ്ക്വയർ വരും. അപ്പോൾ 13.6 പുറത്തെടുക്കുകയാണെങ്കിൽ സോ 2.86 പുറത്തെടുക്കുമ്പോൾ 13.6 ഇൻറ്റു 1 ബൈ n സ്ക്വയർ മൈനസ് 1 ബൈ 25 വരും, 1 ബൈ 25. അപ്പോൾ ഇതിങ്ങനെ സോൾവ് ചെയ്യുമ്പോഴും നമുക്ക് ആൻസർ കിട്ടും. സോ 1 ബൈ n സ്ക്വയർ മൈനസ് 1 ബൈ 25 ഈസ് ഇക്വൽ ടു 2.86 ബൈ 13.6. ഇങ്ങനെ സോൾവ് ചെയ്താലും മതി, നമുക്ക് എന്നിൻ്റെ വാല്യൂ കിട്ടും. 1 ബൈ n സ്ക്വയർ ഈസ് ഇക്വൽ ടു 1 ബൈ 25 2.86 ബൈ 13.6 ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിതിപ്പോൾ അടുത്ത സ്റ്റേജ് ആയതുകൊണ്ട്, അടുത്ത് എളുപ്പമുള്ളതായതുകൊണ്ട്, കാരണം ഇത് നമുക്ക് 5th-ൻ്റെ 2ൻ്റെ ഒക്കെ വാല്യൂ അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തെന്നുള്ളൂ. ഇങ്ങനെ ചെയ്താലും മതി, ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് n സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 13.6 ഡിവൈഡ് ബൈ സോ 13.6 പ്ലസ് 2.86 ഇൻറ്റു 25. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ n സ്ക്വയർ ഈസ് ഈക്വൽ നമുക്ക് 4 അടുത്ത് വരും. അപ്പോൾ n ഈസ് ഈക്വൽ ടു 2 വരും. അപ്പോൾ എൻ്റെ ആൻസർ n ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ 49. ഓക്കെ, എൻ്റെ ആൻസർ എന്നിൻ്റെ വാല്യൂ 2 ആയിരിക്കും. എന്നിൻ്റെ വാല്യൂ വിൽ ബി 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 50. A physical quantity C is related to 4 other quantities P, Q, R and S are as follows. Okay, ഇവിടെ നമുക്ക് C is equal to P Q square by R cube square root of S വരും. That is equal to so P into Q square R to the power -3 S to the power -1/2 വരും. The percentage errors in the measurement of P, Q, R and S are, okay, P, Q, R and S are 1, 2, 3 and 2% respectively. The percentage error in the measurement of C will be, അപ്പോൾ delta C by C into 100 is equal to so delta P by P into 100 പ്ലസ് ഇവിടെ നോക്കുക, ഇവിടെ 2 into so 2 into delta Q by 100 delta Q by Q into 100 plus 3 into delta R by R into 100 plus 1/2 into delta S by S into 100 വരും. ഇവിടെ നോക്കുക, ഇവിടെ ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 1 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ക്യൂ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ഡെൽറ്റ ക്യൂയുടെ 2 ആണ്, 2 ഇൻറ്റു 2 3 ഇൻറ്റു ഡെൽറ്റ ആറിൻ്റെ 3 വരും പ്ലസ് 1/2 ഇൻറ്റു ഡെൽറ്റ എസിൻ്റെ 2 ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 4 പ്ലസ് 9 പ്ലസ് 1 വരും. സോ 1 പ്ലസ് 4 പ്ലസ് 9 പ്ലസ് 1. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ സോ 9 പ്ലസ് 4 ഓക്കെ 13 പ്ലസ് 2 15% വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 15%. അപ്പോൾ അതിൻ്റെ ആൻസർ 15% ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ 15%. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ 15% വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ യർ ടൈം. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.